ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ പഠിച്ച് തീർക്കാൻ പോവാണ്. ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററായ സമാന്തര ശ്രേണികളിലെ ചോദ്യം നമ്പർ 1, 5, 8, 11. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ അതിനകത്ത് 20ാമത്തെ ടേം എത്ര, x20 20ാമത്തെ പദം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇതിലെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 19D കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഒരു സമാന്തര ശ്രേണി കിട്ടി അവിടുത്തെ D ആദ്യം നമുക്കൊന്ന് എടുത്തെഴുതാം. ഇവിടുത്തെ D എത്രയാണ്? 8 - 5 3 ആണ് അല്ലേ. സോ ഫസ്റ്റ് ടേമായ 5ൻ്റെ കൂടെ 19 തവണ D കൂട്ടിയാൽ മതി. അത് 19 × 3 കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം, 19 × 3 ഗുണിക്കാനുള്ളത് ആദ്യം ചെയ്യണം. 19 × 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 30 9 27 57 വരും. അതിനുശേഷം 5 കൂട്ടുക. 57 5 62 ഇതിൽ 20ാമത്തെ ടേം. ഇനി ചോദിച്ചിരിക്കുന്നതിൻ്റെ xn എത്ര, എന്നാം പദം എത്ര. അപ്പോൾ എന്നാം പദം എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനാണ്, അതായത് ഓൾജിബ്രായിക് ഫോം. ഓൾജിബ്രായിക് ഫോം എഴുതാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. xn = dn + f - d. അപ്പോൾ dn + f - dക്ക് എന്നിന് വില ഇട്ട് കൊടുക്കേണ്ട, ഡിയുടെ വില നമുക്ക് ഇട്ട് കൊടുക്കാം 3. n + f - d എന്ന് പറയുമ്പോൾ 5 - 3, അപ്പോൾ 3n + 2 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മിൻ്റെ ബീജഗണിത രൂപമാണ് കൊടുത്തിരിക്കുന്നത്, അതായത് തുകയുടെ ബീജഗണിത രൂപം, തുകയുടെ ഓൾജിബ്രായിക് ഫോം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. എന്നിന് 1 ഇട്ട് കൊടുത്താൽ മതി, ഫസ്റ്റ് ടേം കിട്ടും. അപ്പം 1² + 1 എന്നാവും. 1² 1 ആണ്, 1 + 1 2. ഇനി 10ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ 10ാമത്തെ ടേം അല്ല, S10, അതായത് 10 ടേമിൻ്റെ ആദ്യത്തെ 10 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അതിന് എന്നിന് 10 ഇട്ട് കൊടുത്താൽ മതി. 10ൻ്റെ സ്ക്വയർ + 10. അപ്പോൾ 100 + 10 110. ഇനി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്, പക്ഷേ നമ്മൾ അതിൻ്റെ പ്രോപ്പർ വേ കൂടെ ചെയ്യുവാണെങ്കിൽ എന്നിന് 2 ഇട്ട് കൊടുത്താൽ 2 ടൈംസിൻ്റെ സമ്മ് കിട്ടും. അതായത് 2² + 2 മീൻസ് 4 + 2 6. അപ്പോൾ ഫസ്റ്റ് ടൈം 2, ഫസ്റ്റ് 2 ടൈംസിൻ്റെ സം ഓഫ് 6. സോ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത്, അതായത് x2 എന്ന് പറയുന്നത് 6 - 2 ആയിരിക്കും, അതായത് 6 - 2 4 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ശ്രേണി എന്ന് പറയുന്നത് 2, സെക്കൻഡ് ടൈം 4, അങ്ങനെ പോകും അല്ലേ. അപ്പോൾ D എത്രയാണ്? D 2 ആണ്. സോ മൂന്നാമത്തെ ചോദ്യം നോക്കാം. 6 10 14 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിൽ സം ഓഫ് ഫസ്റ്റ് 15 ടൈംസ്, ഇതിലെ ഫസ്റ്റ് 15 ടൈംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, n/2 × ഫസ്റ്റ് ടൈം + ലാസ്റ്റ് ടൈം. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് ടൈം തന്നിട്ടില്ല, ഫസ്റ്റ് ടൈം 6 എന്ന് തന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 15ാമത്തെ ടൈം വേണം, കാര്യം 15 ടൈമിൻ്റെ സമ്മാണ്. അപ്പോൾ ഇതിൽ നിന്ന് 15ാമത്തെ ടൈം കാണാൻ 6ൻ്റെ കൂടെ 14D കൂട്ടിയാൽ മതി അല്ലേ, n - 1D കൂട്ടിയാൽ മതി. അപ്പോൾ 6 + 14 × ഇവിടുത്തെ D 4 ആണ്, 14 × 4. സോ 6 + 14 × 4 40 56. സോ 62 വരും. അപ്പോൾ n/2, n 15 ആണ്, 15/2 × x1 6 ആണ്, പ്ലസ് ലാസ്റ്റ് ടൈം 15ാമത്തെ ടൈം 62. സോ 15/2 × 68, 68 2 കൂടെ വെട്ടിക്കളഞ്ഞാൽ 34 വരും. 15 × 34 ഗുണിച്ചാലും നമുക്കിതിൻ്റെ 15 ടൈമിൻ്റെ സമ്മ് കിട്ടും. ഇനി ഇവിടുത്തെ 16ാമത്തെ ടൈമും ഫസ്റ്റ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ 15ാമത്തെ ടൈം 62 ആണെങ്കിൽ 16ാമത്തെ ടൈം എത്രയാണ്? ഒരു 4 ഡിയും കൂടെ കൂട്ടിയാൽ മതി അല്ലേ. ഡി ഇവിടെ 4 ആണ്. സോ 66 ആണ് നമ്മുടെ 16ാമത്തെ ടൈം. അതിൽ നിന്ന് ഫസ്റ്റ് ടൈം 6 കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 60 വരും. ഇതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് 15 ടൈംസിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇതാണ് നെക്സ്റ്റ് 15 ടൈംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് 15 ടൈംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് 16ാമത്തെ ടൈമും വേണം, 30ാമത്തെ ടൈമും പറയണം അല്ലേ. കാര്യം എന്താ? 16ാമത്തെ ഫസ്റ്റ് 15 ടൈംസിൻ്റെ കാര്യം കഴിഞ്ഞു, ഇനി അടുത്ത 15 ടൈംസ് വേണം. സോ അടുത്ത 15 ടൈംസിലെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 16th ടൈമാണ്, ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 30ാമത്തെ ടൈമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാം? ഇവിടെ 16ാമത്തെ ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് 16ാമത്തെ ടൈം? ഇതുണ്ട്, ഇവിടെ കുറച്ചായിരുന്നു, 66 ആണ് അല്ലേ. സോ 66. ഇനി 30ാമത്തെ ടൈമാണ്. 30ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1 + 29D കൂട്ടിയാൽ മതി അല്ലേ. x1 എത്രയാണ്? 6 + 29 × 4. അപ്പോൾ 6 + 29 × 4 116 അല്ലേ. സോ 122 വരും. സോ നെക്സ്റ്റ് 15 ടൈംസിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ n/2 × നെക്സ്റ്റ് 15 ടൈംസിലെ ഫസ്റ്റ് ടൈം എത്രയാണ്? 66 പ്ലസ് ലാസ്റ്റ് ടൈം, അതായത് 30ാമത്തെ ടൈം, അത് എത്രയാണ്? 122.
സോ 15/2 ഇൻറ്റു 188 വരും. 188 രണ്ടുകൂടെ വെട്ടിയാൽ 99 വരും അല്ലേ? 182 പകുതി 99 ആണോ? 2 9 18 8 94 വരും. സോ 15 ഇൻറ്റു 94 ഉത്തരം. സോ നമുക്കിവ തമ്മിലുള്ള ഡിഫറൻസ് വേണം. അതായത് ആദ്യ 15 ടൈമിൻ്റെ സമ്മ് 15 ഇൻറ്റു 34 നെക്സ്റ്റ് 15 ടൈമിൻ്റെ സമ്മ് 15 ഇൻറ്റു 94 ഇവയുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 15 ഉണ്ട്. 94 മൈനസ് 34 എന്ന് പറയുമ്പോൾ 60. അപ്പോൾ 15 ഇൻറ്റു 60 ഇതിൻ്റെ ആൻസർ, ഫൈനൽ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ 6ാമത്തെ ടൈം 46, കോമൺ ഡിഫറൻസ് 8. 16ാമത്തെ ടൈം എത്രയെന്നാണ് ചോദ്യം. സോ 6ാമത്തെ ടൈമിൽ നിന്ന് 16ാമത്തെ ടൈമിലേക്ക് വരണം. 6ാമത്തെ ടൈമിൻ്റെ കൂടെ ഒരു ഡി കൂട്ടിയാൽ 7ാമത്തെ ടൈം വരും. അപ്പോൾ 16ലേക്ക് വരണമെങ്കിൽ എത്ര ഡി കൂട്ടണം? 10 ഡി കൂട്ടണം അല്ലേ? സോ 6ാമത്തെ ടൈമിൻ്റെ കൂടെ, അതായത് 46ൻ്റെ കൂടെ 10 തവണ ഡി കൂട്ടിയാൽ മതി. അതായത് 46 പ്ലസ് 10 ഇൻറ്റു 8 80, 126 ഇതിൻ്റെ 16ാമത്തെ. ഇതുപോലെ 21ാമത്തെ ടൈം വേണം. 21ാമത്തെ ടൈമിലേക്ക് എത്താൻ ഒന്നുകിൽ നമുക്കിപ്പം 16ാമത്തെ ടൈം അറിയാം 126, അതിൻ്റെ കൂടെ ഒരു 5 ഡിയും കൂടെ കൂട്ടിയല്ലേ? 16ൽ നിന്ന് 21 പോകണം, 21ലേക്ക് പോകണം. അപ്പോൾ 16, 17, 18, 19, 20, 21. അപ്പോൾ 5 കൂടെ കൂട്ടണം. അപ്പോൾ ഈ 126ൻ്റെ കൂടെ 5 ഡി കൂട്ടാം. 126 പ്ലസ് 5 ഇൻറ്റു 8, അതായത് 126 പ്ലസ് 40, 166 വരും. അല്ലെങ്കിൽ 6ാമത്തെ ടൈമിൽ നിന്ന് 21ാമത്തെ ടൈമിലേക്ക് വേണമെങ്കിൽ നമുക്ക് 6ൻ്റെ കൂടെ 15 ഡി കൂട്ടിയാൽ മതി അല്ലേ? അങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. നെക്സ്റ്റ് ചോദ്യം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 7 പദങ്ങളുടെ സമ്മ് 140, ആദ്യത്തെ 11 പദങ്ങളുടെ സമ്മ് 440. 4ാമത്തെ ടൈം എത്ര? അപ്പോൾ ആദ്യത്തെ 7 പദങ്ങളുടെ സമ്മ് 140 അല്ലേ? എന്നിട്ട് അടുത്ത 11 പദങ്ങളുടെ സമ്മ് 440. അപ്പോൾ സമാന്തര ശ്രേണിയുടെ ഒരു പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ ഒറ്റസംഖ്യയാണെങ്കിൽ അതിൽ നടുക്ക് വരുന്ന പദം എന്ന് പറയുന്നത് അതിൻ്റെ ആവറേജ് ആയിരിക്കും. സോ 7 പദങ്ങളുടെ സമ്മ് 140. ഈ 7 പദങ്ങളിൽ നടുക്ക് വരുന്നത് എത്രാമത്തെ പദമാണ്? 4ാമത്തെ പദമാണ് നടുക്ക് വരുന്നത് അല്ലേ? സോ ഈ 140ൻ്റെ ആവറേജ് എടുത്താൽ 140/7 എടുത്താൽ 4ാമത്തെ ടൈം കിട്ടും. 140/7, 14 വെട്ടിയിട്ടുണ്ട് 20. 20 4ാമത്തെ ടൈം. അതുപോലെ 6ാമത്തെ ടൈം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ ഈ 11 പദങ്ങളുടെ സമ്മ് 440. ഈ 11 പദങ്ങളുടെ നടുക്ക് വരുന്ന ടൈമാണ് 6ാമത്തെ ടൈം. അപ്പോൾ 440/11 ചെയ്താൽ 6ാമത്തെ ടൈം കിട്ടും. അപ്പോൾ 440/11 എത്രയാണ്? 4, 11, 44, 0 ഇട്ട് കൊടുത്താൽ അല്ലേ? അപ്പോൾ 6ാമത്തെ ടൈം 40. ഇനി കോമൺ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. 40, 20. അപ്പം 4ാമത്തെ ടൈം 40, x4 40. ആൻഡ് 6ാമത്തെ ടൈം x4 20, 6ാമത്തെ ടൈം 40. അപ്പോൾ ഇവിടെ ഡി കാണാൻ എന്ത് ചെയ്താൽ മതി? ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 40 - 20/6 - 4. അപ്പോൾ 20/2 10 ഇവിടുത്തെ പൊതു വ്യത്യാസം. ആൻഡ് ഫസ്റ്റ് ടൈം കാണണം. ഫസ്റ്റ് ടൈം കാണാൻ പല വഴിയുണ്ട്. നമുക്കറിയാം 4ാമത്തെ ടൈം നമുക്കറിയാം എത്രയാണ്? 4ാമത്തെ ടൈം 20. അപ്പോൾ 20 4ാമത്തെ ടൈമെങ്കിൽ 1ാമത്തെ ടൈമിലേക്ക് എത്താൻ 10 കുറച്ച് അങ്ങോട്ട് പോയാൽ അല്ലേ? കാര്യം ഡി 10. അപ്പോൾ 10 വീതം കുറച്ച് എഴുതിയാൽ മതി തൊട്ട് മുമ്പത്തെ ടൈമിലെത്താൻ. 20ൽ നിന്ന് 10 കുറച്ചാൽ 10, 10ൽ നിന്ന് 10 കുറച്ചാൽ 0, 0ൽ നിന്ന് 10 കുറച്ചാൽ -10. അപ്പോൾ ഫസ്റ്റ് ടൈം -10 എന്ന് വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിരിക്കുന്നു. xn = 4n + 1. അപ്പോൾ ഒൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. ഡി എടുത്തെഴുതാണ്. ഡി എന്ന് പറയുന്നത് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 4. സോ ഇനി ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്നിന് 1 ഇട്ട് കൊടുത്താൽ മതി. 4 × 1 + 1, അതായത് 4 + 1 5. ഇനി ഇവിടെ ഓരോ ടൈമിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ശിഷ്ടം വരും, എത്ര റിമൈൻഡർ വരും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ തന്നെ കിടപ്പുണ്ട് 4ൻ്റെ മൾട്ടിപ്പിൾ +1 എന്ന്. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി വരുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. വൃത്തങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നൊരു ചാപ്റ്റർ ഉണ്ട്, ടാൻജൻസ്. ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ സി ഡിയും എ ബിയും പാരലാണ്. അപ്പോൾ ഈ സൈഡും പാരലാണ്. കുറച്ച് കോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു, എത്രയൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ ആകെ തന്നിരിക്കുന്നത് ഈ കോൺ ആംഗിൾ DCB 125 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് BAD എത്ര? BAD. അപ്പോൾ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഈ ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ABCD എന്ന് പറയുന്ന ഒരു ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് കോർഡിലേറ്ററാണ്. കാര്യം എയും ബിയും സിയും ഡിയും ഒരേ സർക്കിളിലെ പോയിന്റ്സ് ആണ്.
സോ ഈ രണ്ട് ആംഗിൾസ് ചക്രീയ ചതുർഭുജത്തിൻ്റെ പ്രത്യേകതയാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. കൂട്ടിയാൽ 180 വരും അല്ലേ. അപ്പം 125ഉം ഇതും കൂടെ കൂട്ടിയാൽ 180 വരും. സോ ആംഗിൾ ബി എ ഡി കാണാൻ 180 നിന്ന് 125 കുറച്ചാൽ മതി. എത്ര വരും? 55 ഡിഗ്രി. ഇനി ആംഗിൾ എ ഡി ബി ചോദിച്ചിട്ടുണ്ട്. എ ഡി ബി 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. കാര്യം നമ്മൾ ഈ ചാപ്റ്റർ ആദ്യം പഠിക്കുന്ന ഒന്നാണ്. എ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ നമുക്ക് സെൻറ്ററിൽ കൂടി പാസ് ചെയ്തേക്കുന്നു. മീൻസ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അത് അവിടുത്തെ ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡും വൃത്തത്തിലേക്ക് ജോയിൻ ചെയ്താൽ അത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ എ ഡി ബി 90 ഡിഗ്രി. ഇനി എ ഡി സി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എ ഡി സി അത് ഈ ഫുൾ ആംഗിൾ എത്രയാണ്? ഈ ഫുൾ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനാണ് ഇവിടെ സി ഡിയും എ ബിയും പാരൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലൈനും പാരൽ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിളും എന്തൊരു ആംഗിൾസ് ആണ്? നമ്മൾ പാരൽ ലൈൻസ് എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ഈ ആംഗിൾ സപ്ലിമെൻ്ററി ആയിരിക്കും അല്ലേ. സോ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്, അവ സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരണം? 180 വരണം. അപ്പോൾ ഈ ഫുൾ ആംഗിളും ഇതുകൂടെ കൂട്ടിയാൽ 180 വരണം. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടിയായിരുന്നു എത്രയാണ്? 55 ആണ്. സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 മൈനസ് 55 ആയിരിക്കും. 180 മൈനസ് 55 എന്ന് വെച്ചാൽ എത്രയാണ്? 125 ആണ് അല്ലേ. ഇനി ആംഗിൾ എ ബി സി വേണം. എ ബി സി ഈ ഫുൾ ആംഗിൾ നമുക്ക് ഇങ്ങനെ ഇതിപ്പോൾ 125 എന്ന് കിട്ടിയല്ലേ. ഇതിന് സപ്ലിമെൻ്ററി ആയിരിക്കും. ഇത് ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് കോർഡിനേറ്റർ ആണ്. സോ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് 125 അപ്പോൾ 55 എന്ന് വരും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ഇവിടെ എ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വൃത്തത്തിൻ്റെ ഡയമീറ്റർ ആണ്, വ്യാസമാണ്. അതിന് ഇവിടെ പി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. പി എ എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. സോ ഇത് 9 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ, ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പെരിമീറ്റർ, ഈ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ്, അതായത് 3 സൈഡിൻ്റെയും കൂടെ തുക 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കാദ്യം പി ക്യു എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ 3 സൈഡും ഈക്വൽ ആണ് അല്ലെ. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 സൈഡും ഈക്വൽ ആണ്, സമഭുജ ത്രികോണം. സോ 3 സൈഡോടെ കൂട്ടിയ 18, 3 സൈഡ് ഈക്വൽ. അപ്പോൾ ഒരു സൈഡ് എത്രയാണ്? 18/3 ആണ്. അതായത് 6 സെൻറ്റിമീറ്റർ വീതമാണ് ഇതിൻ്റെ ഓരോ സൈഡും. അപ്പോൾ പി ക്യു എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി പി ബി കണ്ടുപിടിക്കണം. പി ബി എങ്ങനെ കണ്ടുപിടിക്കാം? പി ബി കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ. എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു, അപ്പോൾ ഡയമീറ്റർ ആണെങ്കിൽ, ഒരു വൃത്തത്തിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്ററിന് പാരലായി പോകുന്ന ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതാണ് പി എ പി ബി പി സി. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലേ. പി സി സ്ക്വയർ. ഇവിടെ പി എയുടെ വില എത്രയാണ്? പി എ 9 ആണ്. പി ബി നമുക്ക് കണ്ടുപിടിക്കണം. പി സി, ഇവിടെ പി സിക്ക് പകരം എന്താണ്ട് ക്യൂ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. സോ പി ക്യൂ സ്ക്വയർ ശരിക്കും അല്ലേ. പി ക്യൂ എത്രയാണ്? പി ക്യൂ 6 ആണ്. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36. ഇപ്പോൾ പി ബി കാണാൻ എന്ത് വേണം? 36 ഈ 9 അപ്പുറത്തേക്ക് പോയാൽ /9 4 എന്ന് വരും. പി ബിയുടെ നീളം 4 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ റേഡിയസ് എത്രയെന്ന് ചോദിച്ചിരിക്കുന്നു. വൃത്തത്തിൻ്റെ റേഡിയസ് എത്ര? എ ബി ഡയമീറ്റർ ആണ് അല്ലേ. അതിൽ പി ബി 4, പി എ 9. പി ബി ഇപ്പോൾ 4 കിട്ടി. പി എ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 9. അപ്പോൾ മൊത്തം ഡയമീറ്ററിൻ്റെ നീളം 9 + 4 13 ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്ര വരും? 13ൻ്റെ പകുതി, 13/2. ചോദ്യം 3. ചിത്രത്തിൽ ആംഗിൾ എ സി ബി കണ്ടുപിടിക്കണം. അപ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്കിത് സൈക്ലിക് കോർഡിനേറ്ററിലാണ്. സോ 180 110 കുറച്ച് എഴുതാം എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. സൈക്ലിക് കോർഡിനേറ്റർ എന്ന് വെച്ചാൽ, ചക്രീയ ചതുർഭുജം എന്ന് വെച്ചാൽ 4 മൂലയും വൃത്തത്തിൽ മുട്ടിയിരിക്കണം. ഇതിൽ ഈ മൂല O എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ സെൻറ്ററിലാണ് മുട്ടിയിരിക്കുന്നത് അല്ലേ. സോ ഇവിടെ സൈക്ലിക് കോർഡിനേറ്റർ നമ്മൾ ആദ്യമേ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് എൻഡും ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ സെൻറ്റർ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ അല്ലേ. അപ്പോൾ എത്ര വരും? 55 ഡിഗ്രി. ഇനി ഈ നടുക്കത്തെ ഈ ഒരു ആംഗിൾ ഇവിടെ ഇല്ലെങ്കിൽ ഇതെന്താണ്? ഒരു സൈക്ലിക് കോർഡിനേറ്ററിലായി, ചക്രീയ ചതുർഭുജമായി. കാര്യം ഈ മൂല വൃത്തത്തിലെ ബിന്ദുവായി. സോ ഈ കോണും ഈ കോണും എതിർകോണുകളാണ്. ഇവ കൂട്ടിയ 180 വരണം. അപ്പോൾ ഈ കോണ് കാണാൻ 180 നിന്ന് 55 കുറച്ചാൽ മതി. 180 മൈനസ് 55 എത്ര വരും? 125 ഡിഗ്രി. നാലാമത്തെ ചോദ്യം. ഇവിടെയും കുറേ കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ടാൻജൻ്റ് ഉണ്ട് പി ക്യു. എ എന്ന് പറയുന്ന ബിന്ദുവിൽ കൂടിയാണ് അത് പോയേക്കുന്നത്. അതുപോലെ എ സി എന്നൊരു ഞാണുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ആംഗിൾ എ ഒ സി കണ്ടുപിടിക്കണം. ആംഗിൾ എ ഒ സി എങ്ങനെ കണ്ടുപിടിക്കാം ആംഗിൾ എ ഒ സി?
ആംഗിൾ എ ഒ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്ട് ഇവിടെ 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഒ എ ഒ സി ഇവ റേഡിയസ് ആയതുകൊണ്ട് ഈ ഒ എ സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആവണം അല്ലേ. ഇവിടെ 40 എങ്കിൽ ഇവിടെ എത്രയാണ് 40. സോ ഈ മൂന്നാമത്തെ ആംഗിൾ കാണാൻ 180 മൈനസ് 40 പ്ലസ് 40 അല്ലേ. ഈ ത്രികോണത്തിലെ 3 ആംഗിളൂടെ കൂട്ടിയാൽ 180. ഇത് രണ്ടെണ്ണം 40 പ്ലസ് 40 80. ബാക്കി എത്രയാണ് 100. 180 80 കുറച്ചാൽ ബാക്കി 100. സോ ഇനി ആംഗിൾ ഡി കാണണം. ആംഗിൾ ഡി എന്ന് വെച്ചാൽ ഇത്. അപ്പോൾ ഈ സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ അല്ലേ. വൃത്തത്തിലെ ഒരു സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ആ രണ്ട് എൻഡും വൃത്തത്തിലെ മറുഭാഗത്തേക്ക് ജോയിൻ ചെയ്താൽ. അപ്പോൾ ഇവിടെ 100 എന്ന് കിട്ടിയെങ്കിൽ ഇതിൻ്റെ പകുതി എത്രയാണ് 50 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഡി. ഇനി ആംഗിൾ ബി ചോദിച്ചിരിക്കുന്നു. ഇതൊരു ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് കോർഡിനേറ്ററാണ്. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 180 മൈനസ് 50 ആയിരിക്കും. 180 മൈനസ് 50 130 ഡിഗ്രി. അപ്പോൾ ഇത് 130 ഡിഗ്രി. ഇനി ഒരു ആംഗിൾ കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ആംഗിൾ ബി എ ക്യു. ബി എ ക്യു ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് 40 ഇത് 20 പല രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ പഠിച്ച ഇതൊരു ടാൻജൻ്റ് ആയതുകൊണ്ട് തന്നെ ടാൻജൻറ്റും റേഡിയസും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഫുൾ ആംഗിൾ 90 ആണ്. അതിൽ ഇത് 40 ഇത് 20. അപ്പോൾ 60 ഇവിടെ അങ്ങ് മാറി. ആ 90-ൽ ബാക്കി ഇനി എത്ര ഉണ്ട് 30 ഡിഗ്രി. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വന്നാൽ ഇവിടെ ഒരു വൃത്തം പി സി എന്നൊരു ടാൻജൻറ്റ് ആൻഡ് എ ബി എന്നൊരു ഞാണ് പിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. എ ബി എന്ന് പറയുന്ന കോഡ് പിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. പി സിയുടെ നീളം 12, എ ബിയുടെ നീളം 10. ചോദ്യം 1, പി എ എക്സ് എന്നെടുത്താൽ പി ബി എന്താണ്? പി ബി നോക്കൂ, ഇത് 10 ഇത് എക്സ്. അപ്പോൾ പി ബി മൊത്തം എത്രയാണ്? എക്സ് പ്ലസ് 10 ആണ്. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് ഉപയോഗിച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം, സോൾവ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഇങ്ങനൊരു പടം വന്നാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു, അതായത് പുറത്തെ നീളം ഇൻറ്റു മൊത്തം നീളം ഈക്വൽ ടു ടാൻജൻറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്കൊന്ന് എഴുതാം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. പി എ എത്രയാണ്? എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു പി ബി എത്രയാണ്? എക്സ് പ്ലസ് 10 ആണ്. പി സി എത്രയാണ്? 12. അപ്പോൾ 12ൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സിനെ അകത്തോട്ടേക്ക് ഗുണിച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 10x ഈക്വൽ ടു 144 എന്ന് വരും. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി ഇത് നമുക്ക് നിന്ന് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 10x ഈക്വൽ ടു 144 വർഗം കംപ്ലീറ്റ് ചെയ്യുക അല്ലേ. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമെന്ന് തോന്നുന്നു. വർഗം കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് കംപ്ലീറ്റ് ചെയ്യുന്ന സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ രണ്ടിടവും കൂട്ടുന്നു. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ 10xൻ്റെ കൂടെ ഈ 10 എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 10, 10ൻ്റെ പകുതി 5, 5ൻ്റെ സ്ക്വയർ ഇവിടെയും കൂട്ടുന്നു, അപ്പർ സൈഡിലും കൂട്ടുന്നു. അപ്പോൾ ഇതെന്തായി? എക്സ് 5, നടുക്കത്തെ സൈൻ പ്ലസ്. അപ്പോൾ എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ആയി. ഇവിടെ എത്രയായി? 144 പ്ലസ് 5ൻ്റെ സ്ക്വയർ, അതായത് 144 പ്ലസ് 25 169. അപ്പോൾ എക്സ് പ്ലസ് 5 ഈക്വൽ ടു റൂട്ട് 169 എന്ന് വരും. അതായത് എക്സ് പ്ലസ് 5 ഈക്വൽ ടു റൂട്ട് 169 എന്ന് വെച്ചാൽ പ്ലസ് ഓർ മൈനസ് 13 ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ആദ്യം 13 പ്ലസ് 5 അപ്പുറത്ത് പോകാം -5 8 എന്ന് വരും. അതുപോലെ എക്സ് പ്ലസ് 5 ഈക്വൽ ടു -13 എടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു -13 -5 അല്ലേ. പ്ലസ് 5 അപ്പുറത്തേക്ക് കൊണ്ടുപോയി -5. സോ -18 കൂട്ടിയിട്ട് സെയിം സൈഡ്. അപ്പോൾ എക്സിൻ്റെ രണ്ട് വില നമുക്ക് കിട്ടും. ഇതൊരു നീളമാണ് എക്സ്, അതുകൊണ്ട് ഈ നെഗറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റില്ല. എക്സിൻ്റെ വില 8 ആണ്. എക്സിൻ്റെ വില 8 ആണ്. സോ ഇതിലെ പടം മൊത്തം നമുക്ക് കിട്ടി. പി സി 12, പി എ 8, പി ബി മൊത്തം 8 10 18. അടുത്ത ചോദ്യം, ഇവിടെ ഒരു വൃത്തം തന്നിട്ടുണ്ട്. അതുപോലെ പി എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും 2 ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ 2 ടാൻജൻറ്റിൻ്റെ നീളം എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഒ എ ഒ ബി റേഡിയസ് ആണ്. അപ്പോൾ ഈ നീളങ്ങൾ ഈക്വൽ ആണ്. ഇവിടെ ആകെ തന്നിട്ടുള്ളത് ആംഗിൾ എ സി ബി സമം 105 എന്ന് തന്നിട്ടുണ്ട്. ഇത് ഞാൻ എക്സ്ട്രാ എഴുതിയതാണേ. ഇതാണ് ചോദ്യത്തിൽ തന്നിരുന്നത്. അപ്പോൾ ആംഗിൾ എ സി ബി ഇത് 105 എന്ന് തന്നിരിക്കുന്നു. ആംഗിൾ എ ഡി ബി എത്ര? അപ്പോൾ എ ഡി ബി എത്ര? അപ്പോൾ നമുക്കറിയാം എ സി ബി ഡി ഇത് 4 മൂലയെ ഒരേ വൃത്തത്തിലായ ഒരു ചക്രീയ ചതുർഭുജമാണ്. സോ നമുക്ക് എഴുതാം എന്ത്? ഇത് 105 എങ്കിൽ ഇവിടെ കിട്ടാൻ 180 105 കുറച്ചാൽ മതി. 180 മൈനസ് 105 സോ 75 ഡിഗ്രി എന്ന് വരും. ആംഗിൾ എ ഒ ബി എത്ര? എ ഒ ബി
അപ്പോൾ ഇവിടെ കിട്ടിയത് 75 അല്ലേ? ആ 75 ഡബിൾ ആയിരിക്കും സെൻറ്ററിൽ അല്ലേ? സെൻറ്റർ ആംഗിളിൻ്റെ പകുതിയാണ് ഇവിടെ. സോ ഇവിടുത്തെ ആംഗിളിൻ്റെ ഡബിളാണ് സെൻറ്ററിൽ. അപ്പോൾ AOB = 2 × 75 150. ആംഗിൾ ABP എത്ര? ABP. സോ ഇവിടെ ഡോട്ടർ ലൈൻ തന്നിട്ടുണ്ട് ABP കണ്ടുപിടിക്കാൻ എന്ത് വേണം? ആദ്യം ഈ ആംഗിൾ എത്രയെന്ന് അറിയണം. ഞാൻ ആദ്യം ഈ APB എത്രയാണെന്ന് എഴുതാൻ പോവാണ്. APB എത്രയാണ്? നമുക്ക് ഈ സെൻറ്റർ ആംഗിൾ കിട്ടിയില്ല, എത്രയാണ്? 150 കിട്ടി. ഇതും ഒരു ചക്രീയ ചതുർഭുജമായിരിക്കും എപ്പോഴും. അതായത് ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കളിൽ കൂടി ടാൻജൻറ്റുകളും കടന്നു പോകുന്നു, അതേ ബിന്ദുക്കളിൽ കൂടി റേഡിയസുകളും ഉണ്ടെങ്കിൽ അവ 4 കൂടെ ചേരുമ്പോൾ കിട്ടുന്നതും ഒരു സൈക്ലിക് കോർഡിലേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 150 ആണെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 നിന്ന് 150 കുറച്ചാൽ മതി. എതിർകോണുകൾ അവിടെയും അനുപൂരകമാണ്. സോ 180 മൈനസ് APB എഴുതാം. 180 മൈനസ് 150 30 ഡിഗ്രി എന്ന് വരും. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ PA = PB ആണ് അല്ലേ? PA = PB ആണ്. 2 ടാൻജൻറ്റിൻ്റെ നീളം ഈക്വലാണ്. സോ ഇതെന്തിനാണ്? 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ളത് കൊണ്ട് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വൽ ആവണം. അപ്പോൾ 180 നിന്ന് 30 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 150 ഉണ്ട്. അപ്പോൾ 150ൻ്റെ പകുതി വീതം 75 വീതമായിരിക്കും ഇവിടെ. സോ ഇത് 75 ഡിഗ്രി എന്ന് എഴുതാം. ഇതല്ലാതെ വേറെ രീതിയിൽ ചെയ്യാം, ഞാൻ ഇപ്പോൾ പറയാം. ആംഗിൾ ABO ഇത് നമ്മളിപ്പോൾ പറഞ്ഞ അതേ മെത്തേഡിൽ ചെയ്യാം. ഈ ഒരു ത്രികോണം മാത്രം കൺസിഡർ ചെയ്ത് ഈ ഒരു ത്രികോണത്തിൽ ഈ സെൻറ്റർ ആംഗിൾ എത്രയാണ്? 150 ആണ്. ഈ OAOB റേഡിയസ് ആണ്. അപ്പോൾ ഇതും എന്താണ്? 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതും ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ 150 180 നിന്ന് പോയാൽ ബാക്കി 30. അപ്പോൾ ആ 30ൻ്റെ പകുതി വീതമായിരിക്കും ഈ 2 ആംഗിൾ. കാരണം ഈ 2 ആംഗിൾ ഈക്വലാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 30. സോ 30ൻ്റെ പകുതി 15 വീതമായിരിക്കും ആ 2 ആംഗിൾ അല്ലേ? ഇനി ഇത് എന്താണ്ട് ഈ പടം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. 2 ടാൻജൻറ്റുകൾ അവ പുറത്തൊരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ആ വൃത്തത്തിൽ മുട്ടിയ ബിന്ദുക്കൾ ചേരുമ്പോൾ ഒരു കോടുണ്ട്, ഒരു ഞാണുണ്ട്. അതിങ്ങനെ വൃത്തത്തിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ 2 ആംഗിളിന് ഈക്വൽ ആയിരിക്കും ആ ഞാണിൻ്റെ 2 അറ്റവും വൃത്തത്തിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ. അതായത് ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 100 ഡിഗ്രി ആയിരിക്കും. ഈ ഞാണിൻ്റെ 2 അറ്റവും ജോയിൻ ചെയ്യുന്നിടത്തുണ്ടാകുന്നതും 100 ഡിഗ്രി ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടി ഒരു തൊടുവര പോയിരിക്കുന്നു, ഒരു ടാൻജൻറ്റ് പോയിരിക്കുന്നു. ഇതാണ്ട് ഇതുപോലെ അതേ ബിന്ദുവിൽ കൂടി 2 ഞാണുകളും ഉണ്ട് എങ്കിൽ ആ ഞാണുകൾക്കിടയിൽ ഉണ്ടാകുന്ന കോണെന്ന് പറയുന്നത് ഇതാണ്ട് ഈ പടം ഓർത്ത് വെച്ചേക്കാം. ഇവിടെ ഉണ്ടാകുന്ന 2 കോണിനും ഈക്വൽ ആയിരിക്കും ആ 2 ബിന്ദുവും ഇങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ. ഇതാണ്ട് എവിടെയാണോ ഞാണുണ്ടായത് അവിടെ ഉണ്ടാകുന്ന കോൺ. അപ്പോൾ ഈ 2 പടവും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഒരു ചോദ്യം കൂടെ അതിന് ചെയ്യാം. അപ്പോൾ R = A/S എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇൻസർക്കിൾ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ ചെയ്തെടുത്ത് ഇൻസർക്കിൾ വരയ്ക്കാൻ പഠിച്ചായിരുന്നു അല്ലേ? സോ ഇൻസർക്കിൾ വരച്ചിട്ട്, അതായത് അന്തർവൃത്തം വരച്ചിട്ട് അതിൻ്റെ ആരം അളന്നെഴുതാൻ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ അന്തർവൃത്തം വരയ്ക്കാതെ ഒരു ത്രികോണത്തിൻ്റെ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ഇക്വേഷനാണിത്. A എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ത്രികോണത്തിൻ്റെ പരപ്പളവ്. S എന്ന് വെച്ചാൽ സെമി പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവിൻ്റെ പകുതി. നമുക്ക് ഈ ഒരു മട്ടത്രികോണത്തിൻ്റെ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എത്ര ആണെന്ന് നോക്കാം. ഇത് 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടുത്തെ ഏരിയ എത്ര ആണെന്ന് നോക്കാം. ഏരിയ = ½ BH ആണ് അല്ലേ? അതായത് ½ ഇൻറ്റു ബേസ് ഹൈറ്റ് 12 × 9. 2ഉം 12 വെട്ടിയാൽ 6, 6 9 54 ഇതിൻ്റെ ഏരിയ. ഇനി ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണെന്ന് നോക്കാം. പെരിമീറ്റർ എന്ന് വെച്ചാൽ 3 സൈഡോട് കൂട്ടിയാൽ മതി അല്ലേ? 9 + 12 + 15 എത്ര വരും? 21, 10 31 36 വരും. ഇനി നമുക്ക് S വേണം. S എന്ന് വെച്ചാൽ സെമി പെരിമീറ്ററിൻ്റെ ചുറ്റളവിൻ്റെ പകുതി, 36ൻ്റെ പകുതി 18. ഇനി റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A/S. A എത്രയായിരുന്നു? 54 S എത്രയാണ്? 18. 54/18 എത്രയാണ്? 3 എന്ന് വരും അല്ലേ? സോ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ അന്തർവൃത്തത്തിൻ്റെ റേഡിയസ്. വരച്ച് നോക്കാതെ നമുക്ക് എഴുതാൻ പറ്റും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ പഠിച്ചു പോകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും പ്രധാനപ്പെട്ടതൊന്ന് നോക്കിയപ്പോൾ ഇനി റൈറ്റ് ട്രയാങ്കിൾ വൺ ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 2 more than the other. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഒരു സൈഡ് x ആണെങ്കിൽ മറ്റേ സൈഡ് അതിനേക്കാൾ 2 കൂടുതലാണ്. സോ x + 2. ഇതിൻ്റെ ഏരിയ 24 ആണ്.
അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ബി എച്ച് അല്ലേ, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് 24 എന്ന് വരും. നമുക്കിവിടെ വില ഇട്ട് കൊടുക്കാം ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു അല്ലേ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ചെയ്താൽ 24 വരുമെന്നാണ്. ഈ ബൈ 2 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ബാക്കി ഇവിടെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ആവും. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 2x ഈക്വൽ ടു 24. ഇവിടെ ഹാഫ് കിടപ്പുണ്ട്, അതിൻ്റെ ബൈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 2 ആവും. സോ നമുക്കിങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 2 48 എന്നൊരു ഇക്വേഷൻ വരും. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എത്രയാണ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതി, അതായത് 2ൻ്റെ പകുതി 1. അപ്പോൾ 1ൻ്റെ സ്ക്വയർ ഇവിടെയും കൂട്ടുന്നു, 1ൻ്റെ സ്ക്വയർ സമത്തിനപ്പുറവും കൂട്ടുന്നു. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം, എക്സ് 1 നടുവിലെ സൈൻ ഇത് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 48 പ്ലസ് 1ൻ്റെ സ്ക്വയർ അതായത് 49. സോ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 49 മീൻസ് പ്ലസ് ഓർ മൈനസ് 7. ഇനി നമുക്ക് ആദ്യമേ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് 7 എന്നെടുക്കാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 1 6 ആൻഡ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 7 എന്നെടുക്കാം. സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 7 മൈനസ് 1 മൈനസ് 7 മൈനസ് 1 മൈനസ് 8 വരെ അല്ലേ, കൂട്ടിയിട്ട് സെയിം സൈൻ. ഇതിലേതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ, എക്സ് എന്ന് പറയുന്ന ഒരു ലെങ്ത് ആണ് അല്ലേ, സോ പോസിറ്റീവ് നമ്പറേ എടുക്കാൻ പറ്റൂ. 6 ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് എത്രയൊക്കെയാണ്, 6ഉം 6 പ്ലസ് 2 8ഉമാണ്. അടുത്ത ചോദ്യം, അജയ് ഈസ് 10 years ഓൾഡർ ദാൻ രേണുക ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജസ്, അവരുടെ ഏജുകൾ തമ്മിൽ ഗുണിച്ചാൽ എത്ര വരും, 144 വരും. ടേക്ക് രേണുകാസ് ഏജ് എക്സ്, രേണുകയുടെ ഏജ് എക്സ് എന്ന് എടുത്താൽ അജയുടെ ഏജ് എത്ര, അപ്പം അജയ്ക്ക് അതിനേക്കാൾ 10 കൂടുതലാണ്. അപ്പോൾ അജയുടെ ഏജ് എത്രയാണ്, എക്സ് പ്ലസ് 10. ഇനി ഫൈൻഡ് ദെയർ ഏജസ്, അവരുടെ ഏജസ് കണ്ടുപിടിക്കണം. അതിനൊരു സെക്കൻഡ് ഡിഗ്രി ഇഷ്യൂ ഇവിടെ നിന്ന് ഉണ്ടാക്കണം. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഏജുകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം 144 അതായത് രേണുകയുടെ ഏജ് എക്സും അജയുടെ ഏജ് എക്സ് പ്ലസ് 10 കൂടെ ഗുണിച്ചാൽ 144 വരും. ഇത് അകത്തോട്ടേക്ക് ഗുണിച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 10 10x സീക്വൽ ടു 144. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യാം. 10ൻ്റെ പകുതി 5ൻ്റെ സ്ക്വയർ ഇവിടെയും കൂട്ടുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5ൻ്റെ സ്ക്വയർ സീക്വൽ ടു 144 പ്ലസ് 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതെന്താവും, എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ആവും. ഇത് 144 25 169 ആവും. എക്സ് പ്ലസ് 5 ഈക്വൽ ടു റൂട്ട് 169 ആവും. അതായത് പ്ലസ് ഓർ മൈനസ് 13 ആവും. ആദ്യം പ്ലസ് ഇട്ട് ചെയ്യാം. എക്സ് പ്ലസ് 5 ഈക്വൽ ടു പ്ലസ് 13, എക്സ് ഈക്വൽ ടു 13 മൈനസ് 5 8 എന്ന് വരും. ഇനി എക്സ് പ്ലസ് 5 ഈക്വൽ ടു മൈനസ് 13 എടുത്താൽ എക്സ് ഈക്വൽ ടു മൈനസ് 13 മൈനസ് 5 അപ്പോൾ മൈനസ് 18 വരും. ഏജ് ആണ്, അത് നെഗറ്റീവ് നമ്പർ എടുക്കാൻ പറ്റത്തില്ല. സോ ശരിയായ ഉത്തരം 8 ആണ്. അപ്പോൾ രേണുകയുടെ ഏജ് 8, അജയുടെ ഏജ് അതിനേക്കാൾ 10 കൂടുതൽ 18. അടുത്ത ചോദ്യം നോക്കാം. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 ആഡഡ് ടു ദ നമ്പർ. അപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 12 ആഡഡ് ടു ദ നമ്പർ. ഇതിന് ഈക്വൽ ആണെന്ത്, ഇതേ നമ്പർ എക്സിൻ്റെ കൂടെ 12 കൂട്ടിയാൽ എന്ത് കിട്ടുമോ അത്. അപ്പോൾ ഒരു നമ്പറുണ്ട് എക്സ്, അതിൻ്റെ സ്ക്വയർ അതേ നമ്പറിൻ്റെ കൂടെ 12 കൂട്ടുന്നതിന് ഈക്വൽ ആണ്. സോ ഫൈൻഡ് ദാറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ, ഈ എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 12 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 12 ഈക്വൽ ടു 0. അപ്പോൾ ഇത് വർഗ്ഗം പൂർത്തീകരിക്കുന്ന രീതിയിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. എ എടുത്തെഴുതി 1, ബി എടുത്തെഴുതി എത്രയാണ്, മൈനസ് കിടക്കുന്നതുകൊണ്ട് -1, സി -12, ബി സ്ക്വയർ മൈനസ് 4ac ആദ്യം ഒന്ന് കണ്ടുപിടിക്കുന്നു. -1ൻ്റെ സ്ക്വയർ -4 ഇൻറ്റു 1 ഇൻറ്റു സി -12, -1ൻ്റെ സ്ക്വയർ +1 ആണ്. ഈ -4 ഇൻറ്റു 1 ഇൻറ്റു -12, അപ്പോൾ 2 മൈനസുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അത് പ്ലസ് ആവും. 4 ഇൻറ്റു 12 48, സോ 49 വരും. ഇനി എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. വില ഇട്ട് കൊടുക്കാം. -b എന്ന് വെച്ചാൽ -1 അല്ലേ, -bക്ക് ഒരു മൈനസ് ഉണ്ട് ആൻഡ് ബിയുടെ വിലയിൽ ഒരു മൈനസ് കിടപ്പുണ്ട്. സോ അത് പ്ലസ് ആവും, +1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac. അത് നമ്മൾ ചെയ്തു. ബി സ്ക്വയർ മൈനസ് 4ac എത്രയാണ്, 49. അപ്പോൾ റൂട്ട് 49 ബൈ 2a, 2 ഇൻറ്റു 1, അതായത് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 7 ബൈ 2. ആദ്യം പ്ലസ് ഇട്ട് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 7 ബൈ 2, അതായത് 8 ബൈ 2 4 വരും. അതുപോലെ എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 7 ബൈ 2, അപ്പം -6 ബൈ 2 എന്ന് വരും അല്ലേ, അപ്പം -3 വരും.
അപ്പോൾ ഒരു നമ്പർ ആയതുകൊണ്ട് തന്നെ എക്സിൻ്റെ വില 4 എടുക്കാം -3 എടുക്കാം. നമ്പർ എന്ന് വെച്ചാൽ അത് മൈനസും വരാം പോസിറ്റീവും വരാം. ഏജ് സ്പീഡൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് എടുക്കാത്തത് അല്ലേ. ഏജ് ലെങ്ത് സ്പീഡൊന്നും നെഗറ്റീവ് എടുക്കത്തില്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതൊരു കോമൺ കേസ് ആയതുകൊണ്ട് നമുക്കിതൊന്ന് പഠിച്ചു വെച്ചേക്കാം. പെരിമീറ്ററും ഏരിയയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ സൈഡുകൾ എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ചതുരത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് 100 ആണെങ്കിൽ അതിൻ്റെ സൈഡുകൾ നിങ്ങൾ എടുക്കേണ്ടത് ആദ്യം പെരിമീറ്ററിൻ്റെ പകുതി എടുക്കുക 50. അപ്പോൾ സൈഡുകൾ വശങ്ങൾ നിങ്ങൾ ഇങ്ങനെ എടുക്കണം. ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സ് എന്നും ഈ പെരിമീറ്ററിൻ്റെ പകുതി 50 മൈനസ് എക്സ് എന്നും എടുക്കണം. ഇനി ചുറ്റളവ് 200 ആണെങ്കിൽ എങ്ങനെ എടുക്കണം? ചുറ്റളവ് 200 ആണ്, പെരിമീറ്റർ 200 ആണെങ്കിൽ നമ്മൾ സൈഡുകൾ എടുക്കേണ്ടത് 200ൻ്റെ പകുതി 100. സോ എക്സ് എന്നും 100 മൈനസ് എക്സ് എന്നും എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചോദ്യം നോക്കാം. ഇവിടെ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 80 ആണ്. അതിൻ്റെ സൈഡുകൾ കണ്ടുപിടിക്കണം നമ്മൾ. അതുപോലെ അതിൻ്റെ ഏരിയ 351 ആണ്. ചുറ്റളവ് പെരിമീറ്റർ 80 ആയതുകൊണ്ട് നമുക്കതിൻ്റെ സൈഡുകൾ ഇങ്ങനെ എടുക്കാം. ഒരു സൈഡ് എക്സ്, മറ്റേ സൈഡ് 80ൻ്റെ പകുതി അതായത് 40 മൈനസ് എക്സ് എന്നെടുക്കാം. ഇനി ഇതിൻ്റെ ഏരിയ അതായത് ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ എത്ര വരും? 351 വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് ഇൻറ്റു 40 മൈനസ് എക്സ് ഈക്വൽ ടു 351. അകത്തോട്ടേക്ക് ഗുണിക്കാം. 40x മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 351. ഇനി ഒന്ന് സോൾവ് ചെയ്യാം. ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് മൈനസ് എക്സ് സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് പ്ലസ് എക്സ് സ്ക്വയർ ആവും. 40x അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 40x ആവും. ഇവിടെ ആൾറെഡി ഒരു പ്ലസ് 351 കിടപ്പുണ്ട്. ഇവിടെ 0 ഒന്ന് അറേഞ്ച് ചെയ്തു. അതായത് എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 351 ഈക്വൽ ടു 0. A is equal to 1, B is equal to minus 40, C is equal to 351 എന്ന് വരും. ബി സ്ക്വയർ മൈനസ് 4ac വെച്ച് നിന്ന് സോൾവ് ചെയ്യാം. ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് 40ൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 1 ഇൻറ്റു സി 351. കുറച്ച് വലിയ നമ്പറാണ്. അപ്പോൾ ഇത് എത്ര ഒരു 1600 മൈനസ് 4 ഇൻറ്റു 351. 351 ഇൻറ്റു 4 ഒരു 4 4 5 4 20 2 3 4 12 2 14. അപ്പോൾ 1404. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര വരും? 1600 നിന്ന് 1404 കുറച്ചാൽ 14/6 9 5 4 196 വരും അല്ലേ. 196 പൂർണ്ണവർഗ്ഗമാണ്. നമുക്കറിയാം 14ൻ്റെ വർഗ്ഗമാണ്. സോ ഇതിനെ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. മൈനസ് ബി അതായത് മൈനസ് 40. സോ അത് പ്ലസ് 40 ആവും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac 196 ബൈ 2a 2 ഇൻറ്റു 1 അതായത് 2. അപ്പം 40 പ്ലസ് ഓർ മൈനസ് 196ൻ്റെ റൂട്ട് എത്രയാണ്? 14/2. സോ എക്സിൻ്റെ ആദ്യത്തെ വില പ്ലസ് ഇട്ട് ചെയ്താൽ 40 പ്ലസ് 14/2 അതായത് 54/2. 54/2 27. അതുപോലെ എക്സ് ഈസ് ഈക്വൽ ടു 40 മൈനസ് 14/2 എന്ന് വരും. സോ 40 നിന്ന് 14 പോയാൽ എത്രയാണ്? 26/2 അതായത് 26ൻ്റെ പകുതി 13 വരും. അപ്പോൾ നമ്മുടെ ചതുരത്തിൻ്റെ വശങ്ങൾ ഒരു വശം 27 ചെറിയ വശം അതായത് വീതി എന്ന് പറയുന്നത് 13 ആയിരിക്കും. സോ രണ്ടാകൃതി സമവാക്യം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരുന്നൊരു ചാപ്റ്ററാണ് ശരിക്കും പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ബഹുപദങ്ങൾ. അപ്പോൾ ബഹുപദങ്ങൾ സോൾവ് ചെയ്യാൻ എന്താണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയുന്നൊരു മെത്തേഡാണെങ്കിലും അതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉപയോഗിച്ച് ഇതിലെ എല്ലാ കണക്കും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നൊരു രണ്ടാകൃതി പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി ആണെന്ന് പറയാൻ കാരണം എന്താ? ഇവിടുത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എക്സിൻ്റെ പവർ ഏറ്റവും ഉയർന്ന പവർ 2 ആണ്. സോ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത് ചോദിക്കുന്നത് പി ഓഫ് 1 എത്രയാണ്? അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ 1 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 1 പ്ലസ് 6. 1 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 1 പ്ലസ് 6. 1 സ്ക്വയർ എത്ര? 1 ആണ്. മൈനസ് 5 ഇൻറ്റു 1 5 ആണ്. പ്ലസ് 6 വരും. 1 മൈനസ് 5 എത്രയാണ്? 1 മൈനസ് 5 മൈനസ് 4 ആണ്. മൈനസ് 4 പ്ലസ് 6 എന്ന് വെച്ചാൽ വീണ്ടും 6 മൈനസ് 4 അല്ലേ. 6 മൈനസ് 4 2 വരും ഉത്തരം. അപ്പോൾ പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 2.
പി ഓഫ് 2 കാണാനാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക. പി ഓഫ് 10 കാണാനാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുക്കുക. വളരെ എളുപ്പമാണ്. റൈറ്റ് പി ഓഫ് എക്സ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അപ്പോൾ ഈ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഒന്നിച്ച് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ പോളിനോമിയൽ ആദ്യം എടുത്തെഴുതുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഇതിനെ ആദ്യമേ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് ഞാൻ എഴുതാൻ പോവാണ്. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് ആയി മാറി. അപ്പോൾ ഇതിലെ എ 1 ആണ്, ബി -5 ആണ്, സി എത്രയാണ് 6 ആണ്. ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കുന്നു. അതായത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. വിലയിട്ട് കൊടുക്കുക. മൈനസ് ബി എന്ന് വെച്ചാൽ മൈനസ് ഇൻറ്റു -5 പ്ലസ് 5 ആവും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ -5 സ്ക്വയർ. അപ്പോൾ 25 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി 6 ബൈ 2a. 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 2. അപ്പോൾ ഇത് എത്ര വരും? 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 6. അതായത് 25 മൈനസ് 6 4 24. അപ്പോൾ 25 മൈനസ് 24 എത്രയാണ്? റൂട്ട് 1 വരും. സോ എക്സിൻ്റെ ആദ്യത്തെ വില എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് റൂട്ട് 1. അതായത് 5 പ്ലസ് 1/2 6/2 3. ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 5 മൈനസ് റൂട്ട് 1. അതായത് 5 മൈനസ് 1/2 4/2 2 വരും. അപ്പോൾ ഇങ്ങനെ എക്സിന് 2 വില കിട്ടി. അതായത് ഈ പോളിനോമിയലിന് 2 സൊല്യൂഷൻസ് നമുക്ക് ഇതിൽ നിന്ന് എടുത്തെഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ പോളിനോമിയലിൻ്റെ ഒരു സൊല്യൂഷനാണ്. സൊല്യൂഷൻ ഓഫ് ദ പോളിനോമിയൽ. എക്സ് ഈസ് ഈക്വൽ ടു 3 എങ്കിൽ ഈ 3 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. എക്സ് മൈനസ് 3 ഈസ് എ സൊല്യൂഷൻ. ആൻഡ് അതുപോലെ എക്സിൻ്റെ വില എന്ത് കിട്ടി? 2 എന്ന് കിട്ടിയിട്ടുണ്ടല്ലേ. സോ ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എക്സ് മൈനസ് 2 ഈസ് എ സൊല്യൂഷൻ. ബ്രാക്കറ്റ് ഇട്ടേക്കുക. ഇസ് എ സൊല്യൂഷൻ എഴുതാം. ആൻഡ് ഈ 2 സൊല്യൂഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് രണ്ടും ഒന്നാകൃതി സൊല്യൂഷനാണ് അല്ലേ? കാര്യം നോക്കൂ, എക്സ് എന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് ഡിഗ്രിയാണ്. എക്സ് മൈനസ് 3യും എക്സ് മൈനസ് 2വും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ കിട്ടും. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. അപ്പോൾ ബി സി 2 പാർട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒന്നിച്ചെടുത്ത് എഴുതാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ പി ഓഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് കെ എന്നാണ് കൊടുത്തേക്കുന്നത്. പി ഓഫ് 1 കണ്ടുപിടിക്കണം. അപ്പോൾ പി ഓഫ് 1 എന്ന് വെച്ചാൽ 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 മൈനസ് കെ. 1 സ്ക്വയർ 1 ആണ്, പ്ലസ് 3 ഇൻറ്റു 1 3 ആണ്, മൈനസ് കെ. 1 പ്ലസ് 3 4 ആണ്. അപ്പോൾ 4 മൈനസ് കെ എന്ന് വരും പി ഓഫ് 1. ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ, അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് 1 എങ്കിൽ ഫൈൻഡ് കെ. എക്സ് മൈനസ് 1 ഒരു ഫാക്ടർ ആണെങ്കിൽ എക്സിൻ്റെ വില എങ്ങനെ എഴുതാം? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് വെച്ചൊന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. എക്സ് മൈനസ് 1 എക്സ് ഈസ് ഈക്വൽ ടു 3 എങ്കിൽ 3 അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എക്സ് മൈനസ് 3 ഈസ് എ ഫാക്ടർ എന്ന് എഴുതാമെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ എക്സ് ഈസ് ഈക്വൽ ടു -5 എങ്കിൽ -5 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എക്സ് പ്ലസ് 5 ഈസ് എ ഫാക്ടർ എന്ന് എഴുതാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ ആലോചിക്കുക. എക്സ് മൈനസ് 1 ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് എന്ത് കൊടുക്കാം? -1 തിരിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +1. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് 1 ഇട്ട് കൊടുക്കാം എന്ന് ആദ്യം മനസ്സിലാക്കുക. സോ എക്സിൻ്റെ വില 1 ഇട്ട് കൊടുത്താൽ കെയുടെ വില നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പി ഓഫ് 1 0 ആയി പോകും അല്ലേ? കാര്യം ഒരു ഫാക്ടറാണ്. അപ്പോൾ പി ഓഫ് 1 എന്താണ്? 0 ആണ്. പി ഓഫ് 1 മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് കെ ഈക്വൽ ടു 0 എന്ന് എടുക്കാം. എക്സിൻ്റെ വില എന്തെന്ന് ഇട്ട് കൊടുത്താൽ 1 ഇട്ട് കൊടുത്താൽ ഇത് 0 ആകും. സോ 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 മൈനസ് കെ ഈസ് ഈക്വൽ ടു 0. 1 പ്ലസ് 3 മൈനസ് കെ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 4 മൈനസ് കെ ഈസ് ഈക്വൽ ടു 0. ആൻഡ് കെ കാണാൻ എന്ത് ചെയ്യുക? കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം നമുക്കല്ലേ. 4 ഈസ് ഈക്വൽ ടു 0 പ്ലസ് കെ, അതായത് കെ. കെയുടെ വില എത്ര വരും? 4 എന്ന് വരും. കെയുടെ വില 4 എന്ന് വരും. ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ പി ഓഫ് എക്സ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് കെ. കെ എത്ര കിട്ടി? 4 കിട്ടി. സോ -4. ഇതിൻ്റെ ഫാക്ടേഴ്സ് നേരത്തെ കണക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? -b പ്ലസ് ഓർ മൈനസ് വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 4 ഈസ് ഈക്വൽ ടു 0 എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി ഇതിനെ എഴുതുക. എ എടുത്ത് എഴുതുക. 1b 3c -4. സോ x ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. -b എന്ന് വെച്ചാൽ -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് b സ്ക്വയർ മൈനസ് 4ac 3ൻ്റെ സ്ക്വയർ -4 ഇൻറ്റു 1 ഇൻറ്റു -4
ബൈ 2a. അപ്പോൾ 2 ഇൻറ്റു 1. അപ്പോൾ ഇത് -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 സ്ക്വയർ 9. -4 ഇൻറ്റു -4 പ്ലസ് ആവും അല്ലേ. അപ്പോൾ പ്ലസ് 16 ആവും. അപ്പോൾ 9 പ്ലസ് 16 25 എന്ന് വരും ബൈ 2. അപ്പോൾ എക്സിൻ്റെ ആദ്യത്തെ വില എത്രയാണ്? -3. എക്സ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് റൂട്ട് 25, അതായത് പ്ലസ് 5/2. -3 പ്ലസ് 5 എത്ര വരും? 5 - 3, അതായത് 2/2. 2/2 1 വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു ഫാക്ടറായിട്ട് നമുക്ക് എങ്ങനെ എഴുതുന്നതിന്? എക്സ് ഈസ് ഈക്വൽ ടു 1 എങ്കിൽ ആ 1 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് - 1 ഈസ് എ ഫാക്ടർ. ഇനി അതുപോലെ രണ്ടാമത് ഇത് നെഗറ്റീവ് ഇട്ട് ചെയ്താൽ എക്സ് ഈസ് ഈക്വൽ ടു -3 മൈനസ് റൂട്ട് 25. അപ്പം -3 മൈനസ് റൂട്ട് 25 5/2. അപ്പോൾ -3 - 5 കൂട്ടിയിട്ട് സെയിം സൈഡ്. അപ്പോൾ -8/2 -4 വരും. എക്സിൻ്റെ വില -4 വന്നെങ്കിൽ ഫാക്ടർ ഏതാണ്? ഫാക്ടർ -4 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് മതി അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു -4 മീൻസ് -4 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. എക്സ് പ്ലസ് 4 ഈസ് എ ഫാക്ടർ. അപ്പോൾ നമുക്കിതിനെ 2 ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടി. 2 ഒന്നാകൃതി ഫാക്ടറുകളായി മാറി. എക്സ് - 1 ഈസ് എ ഫാക്ടർ, എക്സ് പ്ലസ് 4 ഈസ് എ ഫാക്ടർ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെയിം പോളിനോമിയൽ തന്നെ തിരിച്ചു കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² - 4x + 4. പി ഓഫ് 1 കണ്ടുപിടിക്കണം. എക്സിന് 1 ഇട്ട് കൊടുത്താൽ മതി. 1² - 4 × 1 + 4. 1 - 4 + 4. -4 + 4 വെട്ടിപ്പോയി 1 എന്ന് വരും. റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1. അപ്പോൾ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എത്രയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. പി ഓഫ് എക്സ് നമുക്കറിയാം x² - 4x + 4 ആണ്. അതിൽ നിന്ന് പി ഓഫ് 1 അതായത് 1 കുറയ്ക്കണം. പി ഓഫ് 1 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഫൈനൽ ആൻസർ 1 കുറയ്ക്കണം. അപ്പോൾ ഇതിൽ നിന്ന് 1 കുറയ്ക്കണം. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ചെയ്താൽ x² - 4x + 4 നിന്ന് 1 കുറയ്ക്കണം. അതായത് 4 നിന്ന് 1 കുറച്ചാൽ മതി. അപ്പം നമുക്ക് x² - 4x 4 നിന്ന് 1 പോയി +3 ഇങ്ങനൊരു പോളിനോമിയൽ കിട്ടും. ഇതിനെ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടറുകളാക്കി മാറ്റുക, അതായത് ഇതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എയും ബിയും സിയും ഒക്കെ ഒന്ന് എടുത്തെഴുതാം. എ എത്രയാണ്? x². അതിന് മുമ്പ് ഇതിനൊരു ഇക്വേഷനാക്കി മാറ്റണം അല്ലേ. 4x + 3 = 0 എന്നാക്കി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാക്കി. എ 1 ആണ്, ബി -4 ആണ്, സി 3 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു -b + or - √b² - 4ac / 2a. -b എന്ന് പറയുമ്പോൾ -4 അതായത് +4 ആവും. + or - √b² - 4ac. b² എന്ന് വെച്ചാൽ -4ന്റെ സ്ക്വയർ 16 -4 × a 1 × c 3 / 2a. 2a എന്ന് വെച്ചാൽ 2 × 1 2. സോ 4 + or - √16 - 4 × 3 അതായത് 16 - 12 / 2 എന്ന് വരും. 4 + or - 16 ന്ന് 12 പോയാൽ √4 / 2. അപ്പോൾ എക്സിൻ്റെ ആദ്യത്തെ വില കാണാം. എക്സ് ഈസ് ഈക്വൽ ടു 4 + √4 2. 4 + 2/2 6/2 3 വരും. എക്സ് ഈസ് ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ x - 3 ഈസ് എ ഫാക്ടർ. ഇനി ഇതുപോലെ മൈനസ് ഇട്ട് ചെയ്താൽ എക്സ് ഈസ് ഈക്വൽ ടു 4 - √4 അതായത് 4 - 2/2 4 - 2 2/2 1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ദാറ്റ് മീൻസ് 1 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ x - 1 ഈസ് എ ഫാക്ടർ. അപ്പോൾ നമുക്ക് ഈ x² - 4x + 3a എങ്ങനെ എഴുതാം? 2 ഒന്നാകൃതി പിന്നെ പോളിനോമിയൽസിൻ്റെ ഗുണനഫലമായിട്ട് എങ്ങനെ എഴുതാം? x - 3 × x - 1. ഇങ്ങനെ 2 ഗുണനഫലമായിട്ട് ഒരു രണ്ടാകൃതി പോളിനോമിയലിനെ 2 ഒന്നാകൃതി പോളിനോമിയലിൻ്റെ ഗുണനഫലമായിട്ട് മാറ്റി എഴുതാൻ പറ്റും. പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് മാറ്റി എഴുതാം. ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി, സാധ്യതകളുടെ ഗണിതം. അതിൽ പടം വെച്ചുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഒരു വൃത്തത്തിൽ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്നു. മൊത്തം നമുക്കറിയാം 360 ആണ്. അപ്പോൾ പി ഓഫ് അൺഷെയ്ഡഡ് പ്രോബബിലിറ്റി ഓഫ് ഇപ്പോൾ കണ്ണടച്ച് ഇതിലൊരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താവാൻ, അതായത് ഈ ഭാഗത്താവാൻ എത്ര സാധ്യതയുണ്ട്? അപ്പോൾ ഈ ഭാഗം എന്ന് വെച്ചാൽ 120 ഡിഗ്രിയാണ് അല്ലേ. മൊത്തം വൃത്തം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. സോ സാധ്യത ടോട്ടൽ 360ൽ 120 0 0 വെട്ടിപ്പോയി. 12 36 കൂടെ വെട്ടാം. എത്രയാണ്? 3 12 36 അല്ലേ. 1/3 എന്ന് ഏറ്റവും ചെറുതാക്കി അതിന് എഴുതാൻ പറ്റും. പി ഓഫ് ഷെയ്ഡ് ചെയ്ത ഭാഗത്താവാൻ എത്ര സാധ്യത? അപ്പോൾ സെൻട്രൽ ആംഗിൾ 360 ആണ്. 120 പോയെങ്കിൽ ബാക്കി 240 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത് അല്ലേ.
സോ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത കണ്ണടച്ച് കുത്തിട്ടാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എന്ന് വെച്ചാൽ 240/360, 24/36 വെട്ടിയാൽ നമുക്കിത് 2/3 എന്ന് വരും. അല്ലെങ്കിൽ ഇത് 1/3 ആണെങ്കിൽ ബാക്കി എത്ര 2/3, അങ്ങനെ ആലോചിച്ചും എഴുതാം. ഇവിടെ ഒരു സമചതുരം, അതിനുള്ളിൽ ഒരു ചതുരം ഷെയ്ഡ് ചെയ്തേക്കണം. കണ്ണടച്ച് കുത്തിട്ടാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത പ്രോബബിലിറ്റി എത്ര? ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എത്രയാണ്? മൊത്തം ഏരിയ എന്ന് വെച്ചാൽ ഈ സ്ക്വയറിൻ്റെ മൊത്തം ഏരിയ, അത് നമുക്കറിയാം. സൈഡ് ഇൻറ്റു സൈഡ് 5 × 5 25. ആൻഡ് ഷെയ്ഡ് ചെയ്ത ഏരിയ, ഷെയ്ഡ് ചെയ്ത ഒരു ചതുരമാണ്. ആ ചതുരത്തിൻ്റെ നീളം 5ഉം വീതി 2ഉമാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണ്? 5 × 2 10 ആണ്. അതിനെ ചെറുതാക്കിയാൽ 2/5 എന്ന് വരും. ഷെയ്ഡ് ചെയ്ത ഭാഗത്താവാനോ നോൺ ഷെയ്ഡർ ആവാനോ? 5ൽ 2 ഇവിടെ മാറിയെങ്കിൽ ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം? 5ൽ 3 അങ്ങനെ എഴുതാം. അപ്പോൾ ഈ പടത്തിലേക്ക് നോക്കിയാൽ ഒരേപോലുള്ള 1, 2, 3, 4, 5, 6, 7, 8 ത്രികോണങ്ങളായിട്ട് ഇതിനെ മുറിച്ചിരിക്കുന്നു. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് ഇൻ ഷെയ്ഡഡ് റീജിയൻ. ടോട്ടൽ എത്ര ഭാഗമായി മുറിച്ചിരിക്കുന്നു? 8. അതിൽ ഷെയ്ഡ് ചെയ്തത് എത്ര ഭാഗം? 2. ചെറുതാക്കിയാൽ 1/4. നോൺ ഷെയ്ഡർ ആവാനുള്ള സാധ്യത അപ്പോൾ എത്രയായിരിക്കും? 1/4 ഷെയ്ഡ് ചെയ്തതാണെങ്കിൽ ബാക്കി 3/4 നോൺ ഷെയ്ഡഡാണ്. അങ്ങനെ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഡൈസിൻ്റെ കേസ് ഇവിടെ ഓർത്തിരിക്കണം. ഒരു ഡൈസ് 2 ഡൈസ് ഒന്നിച്ച് ടോസ് ചെയ്യുന്നു. സോ രണ്ടിലും വരാൻ ഇടയുള്ള സാധ്യതകൾ. അപ്പോൾ ഓരോ ഡൈസിലും 1, 2, 3, 4, 5, 6 വരെ എഴുതിയിട്ടുണ്ടല്ലേ. 1, 2, 3, 4, 5, 6. അപ്പോൾ 2 ഡൈസ് ഒന്നിച്ച് ടോസ് ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന കോമ്പിനേഷൻസ് എത്രയൊക്കെയാണ്? 1, 1. നമുക്ക് വേറെ പേപ്പറിലോട്ട് എഴുതാം. 1, 1 വരാം. 1, 2, 1, 3. 36 സാധ്യത ഉണ്ടല്ലേ. മൊത്തം 6 × 6. അപ്പോൾ 1, 4, 1, 5. ഇനി അത് പെട്ടെന്ന് എഴുതാം. 1, 6. അപ്പോൾ ഇവിടെയുള്ള 36 സാധ്യതകൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് മിക്കവാറും ഇങ്ങനെയായിരിക്കും. ഏതൊക്കെ കോമ്പിനേഷൻ കിട്ടാമെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ 2ഉം ഓഡ് നമ്പർ ആവാനുള്ള സാധ്യത എത്ര? അപ്പം 2 ഓഡ് നമ്പർ ആവാനുള്ള സാധ്യത മൊത്തം 36ൽ 2 ഓഡ് നമ്പർ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇത് 2 ഓഡ് നമ്പറാണ്, ഇത് 2 ഓഡ് നമ്പറാണ്, ഇത് 2 ഒറ്റ സംഖ്യയാണ് അല്ലേ. ഇവിടെ നോക്കിയാൽ 2 ഓഡ് നമ്പറായിട്ടൊന്നുമില്ല. മൂന്നാമത്തെ വരിയിലുണ്ട് 3, 1, 3, 3, 3, 5. നാലാമത്തെ വരിയിലൊന്നും കാണില്ല. അഞ്ചാമത്തെ വരിയിലുണ്ട് 5, 1, 5, 3, 5, 5. അപ്പോൾ 9 സാധ്യതയാണുള്ളത്. അപ്പോൾ അതിന് ചെറുതാക്കിയാൽ 1/4 എന്ന് വരും അല്ലേ. അതുപോലെ ചോദിക്കാം 2ഉം പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത, 2ഉം അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എത്ര? അപ്പോൾ പ്രൈം നമ്പർ എന്ന് വെച്ചാൽ നമുക്കറിയാം 2, 3, 5, 7, 11 ഇവയാണല്ലേ. അപ്പോൾ 2ഉം പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഒന്നാമത്തെ വരിയിലൊന്നുമില്ല, രണ്ടാമത്തെ വരിയിലുണ്ട്. ഏതാണ്? 2, 2 അല്ലേ. 2, 2. അതുപോലെ 2, 3, 2, 5. പിന്നെ മൂന്നാമത്തെ വരി നോക്കിയാൽ 3, 2, 3, 3, 3, 5. നാലാമത്തെ വരിയിലൊന്നും കാണില്ല. അടുത്ത വരിയിൽ 5, 2, 5, 3, 5, 5. അടുത്ത വരിയിലും കാണില്ല. അപ്പോൾ അതും 9/36 ആണല്ലേ. സോ ചെറുതാക്കി 1/4. 2 ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എത്ര? 2ഉം പിന്നെ 3ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യത, 3ൻ്റെ ഗുണിതമാവാനുള്ള സാധ്യത എത്ര? അപ്പോൾ 3ൻ്റെ ഗുണിതമാവാനുള്ള സാധ്യത എന്ന് വെച്ചപ്പോൾ 2ഉം 3ൻ്റെ ഗുണിതമാവുന്ന ഈ 2 വരിയിലും കാണില്ല അല്ലേ. ഈ വരിയിലുണ്ട് ഒരെണ്ണം 3, 3. ഈ വരിയിലില്ല. ഇവിടെ ഉണ്ട് 6, 3, 6, 6 3ൻ്റെ ഗുണിതം അല്ലേ. സോ 3/36. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാമ്പിൾ സ്പേസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം, എളുപ്പമാണ്. ചോദ്യം നോക്കിയാൽ 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ ഇങ്ങനെ ഓരോ പേപ്പർ സ്ലിപ്പിൽ എഴുതി ഒരു ബോക്സിൽ ഇട്ടേക്കാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള സാധ്യത എത്ര? അപ്പോൾ 1 തൊട്ട് 50 വരെയുള്ള സംഖ്യകളൊന്ന് നോക്കുക. 1, 2, 3, 4, 50 വരെ എഴുതണം അല്ലേ. സോ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നോക്കാം. പി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 4, അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 4ൻ്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത. 4ൻ്റെ ഗുണിതങ്ങൾ 4, 8, 12, 16, 20, 24, 28, 32, 36, 40, 44, 48. അപ്പോൾ ഒന്നാമത്തേൻ്റെ സാധ്യത മൊത്തം 50 സംഖ്യകളിൽ എത്രണ്ണമാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 50ൽ 12 ചെറുതാക്കിയാൽ 6/25. പി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 6. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 6. 6ൻ്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത. ഇതിനകത്ത് 6ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 1, 6, 2, 6, 12, 3, 6, 18, 4, 6, 24, 5, 6, 30,
36, പിന്നെ 42, 42 6 48. അപ്പോൾ എത്ര സാധ്യതയുണ്ട്? 50-ൽ 1 2 3 4 5 6 7 8 സാധ്യത. സോ ചെറുതാക്കി 25-ൽ 4 സാധ്യത. ഇനി പി ഓഫ് ഗെറ്റിംഗ് ബോത്ത് മൾട്ടിപ്പിൾ ഓഫ് 4 and 6. 4-ൻ്റെയും ഗുണിതമായിരിക്കണം, 6-ൻ്റെയും ഗുണിതമായിരിക്കണം. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് എത്ര എണ്ണം ഉണ്ട്? 50-ൽ 4-ൻ്റെ ഗുണിതമാണ് 6-ൻ്റെ ഗുണിതമാണ്. ഇതാണ്ടേ 12 24 36 48. അപ്പോൾ 50-ൽ 4 ചെറുതാക്കുമ്പോൾ 2/25 എന്ന് വരും. ഇനി ഒരു പെട്ടിയിൽ 25 കറുത്ത പന്തുകളും 5 വെളുത്ത പന്തുകളും ഉണ്ട്. മറ്റൊരു പെട്ടിയിലാണെങ്കിൽ 10 കറുത്ത പന്തും 40 വെളുത്ത പന്തും. അപ്പോൾ ഇവിടെ മൊത്തം 30 പന്തുണ്ടല്ലേ, ഇവിടെയോ 50 പന്തുണ്ട്. അപ്പോൾ ടോട്ടൽ ഇവയെ തമ്മിൽ എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ടോട്ടലും കൂടെ ഇൻറ്റു ചെയ്യാം, 150. ഇനി ക്വസ്റ്റ്യൻ എയുടെ ആൻസർ എഴുതാം. രണ്ടും ബ്ലാക്ക് ആവാനുള്ള സാധ്യത. അപ്പോൾ കണ്ണടച്ചതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഓരോ പന്തെടുത്താൽ രണ്ടും ബ്ലാക്ക് ആവാനുള്ള സാധ്യത. രണ്ടും ബ്ലാക്ക് ആവുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഓർത്താൽ മതി, ബി എന്ന് വെച്ചാൽ ഇവിടുത്തെ ബി അല്ലേ. സോ ബി എന്ന് ഓർത്താൽ മതി. ബി എന്ന് വെച്ചാൽ മൊത്തം എത്ര സാധ്യതയുണ്ട്? 30 × 50 ഉണ്ട്. അതിൽ രണ്ടും ബ്ലാക്ക് ആവാൻ എത്ര സാധ്യത? ബി, അതായത് 25 × 10. ഇത് സോൾവ് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ചോദ്യം, ബ്ലാക്ക് ഫ്രം ഫസ്റ്റ്, വൈറ്റ് ഫ്രം സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റിലത്തെ നിന്ന് ബ്ലാക്കേ ആകാവൂ, സെക്കൻഡ് ഇതിൽ നിന്ന് എന്ത്? വൈറ്റ്. സോ ബ്ലാക്ക്, സെക്കൻഡ് ഇതിൽ നിന്ന് വൈറ്റ്. സോ എന്താണ് നമുക്ക്? BW ആണ് വേണ്ടുന്നത്. അപ്പോൾ ടോട്ടൽ 30 × 9 തന്നെ താഴെ BW. ഇപ്പോൾ ആദ്യത്തേതിൽ നിന്ന് ബ്ലാക്ക്, അതായത് 25 ഇൻറ്റു രണ്ടാമത്തേതിൽ നിന്ന് ഒൺലി വൈറ്റ്, അതായത് 40. സോൾവ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ സി, 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ്. അത് ഏതിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഏതെങ്കിലും ഒരെണ്ണം ബ്ലാക്ക് ഒരെണ്ണം വൈറ്റ്, അങ്ങനെ വരിക. ഇങ്ങനെ ഏതൊക്കെ കോമ്പിനേഷനിലാണ്? BW അതുപോലെ WB. BW എന്ന് വെച്ചാൽ ഒരെണ്ണം ബ്ലാക്ക് ഒരെണ്ണം വൈറ്റുമാണ്. WB എന്ന് വെച്ചാൽ ഒരെണ്ണം ബ്ലാക്ക് ഒരെണ്ണം വൈറ്റുമാണ്. ആദ്യത്തേതിൽ നിന്ന് ബ്ലാക്കും രണ്ടാമത്തേതിൽ നിന്ന് വൈറ്റും എടുത്താലും ആദ്യത്തേതിൽ നിന്ന് വൈറ്റും രണ്ടാമത്തേതിൽ നിന്ന് ബ്ലാക്ക് എടുത്താലും നമുക്ക് ഈ പറയുന്ന സാധനം, അതായത് 1 ബ്ലാക്ക് ആൻഡ് 1 വൈറ്റ് എന്നുള്ള കാര്യം എഴുതാൻ പറ്റുമല്ലേ. സോ നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം, 30 × 9 തന്നെ താഴെ BW. അപ്പോൾ 25 × 40 പ്ലസ് WB എന്ന് വെച്ചാൽ ഇവിടുത്തെ W, രണ്ടാമത്തെ ബോക്സിൽ ബിയും, അതായത് 5 × 10. സോൾവ് ചെയ്യാം. ഇതിനും ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് 2 ചാപ്റ്ററാണ് ജോമെട്രി ആൻഡ് ആൾജിബ്രയും കോർഡിനേറ്റ് ജോമെട്രിയും അല്ലേ. അപ്പോൾ സൂചക സംഖ്യകളും ജാമിതിയും ബീജഗണിതവും. അപ്പോൾ അതിൻ്റെ രണ്ടിനും കൂടെ ചേർന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇനി പ്രൂവ് ദാറ്റ് 3 5 6 7 9 9 ആർ ഓൺ ദ സെയിം ലൈൻ. അപ്പോൾ ഇത് മൂന്നും ഒരേ ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പല മെത്തേഡുകൾ ഉപയോഗിക്കാം. ഒന്നുകിൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് മൂന്നിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, 3 പോയിൻ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് സെയിം ആണെന്ന് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. നമുക്കിപ്പോൾ ഞാനിത് സ്ലോപ്പ് വെച്ച് ചെയ്യാം. അപ്പോൾ 3 5 6 7 തമ്മിലുള്ള സ്ലോപ്പ് എത്രയാണ്? y ഡിഫറൻസ് ബൈ x ഡിഫറൻസ് അല്ലേ. അപ്പോൾ 7 - 5 ബൈ 6 - 3 2/3. ഇനി ഇത് രണ്ടും തമ്മിലുള്ള സ്ലോപ്പ് 6 7 9 9 തമ്മിലുള്ള സ്ലോപ്പ്. അപ്പോൾ 6 7 9 9 തമ്മിലുള്ള സ്ലോപ്പ് എന്ന് വെച്ചാൽ 9 - 7 ബൈ 9 - 6. സോ 2/3 എഴുതാം. അപ്പോൾ ഇത് രണ്ടും സെയിം സ്ലോപ്പായി. ഇനി ഈ പോയിന്റും തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാം. 3 5 9 9. അപ്പോൾ എത്ര വരും? 9 - 5 ബൈ 9 - 3 എന്ന് വരും. അതായത് 4/6 എന്ന് വരും. 4/6 ചെറുതാക്കിയാൽ സ്ലോപ്പ് 2/3 വരും. മൂന്നിൻ്റെ സ്ലോപ്പ് സെയിം ആണ്. സോ ദേ ആർ ലൈസ് ഓൺ ദ സെയിം ലൈൻ എഴുതുക. അല്ലെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ, അപ്പോൾ ഈ ഡിസ്റ്റൻസും തമ്മിൽ കൂട്ടുമ്പോൾ മൊത്തം ഡിസ്റ്റൻസ് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. A 0 0 B 4 4 C 8 0 D 4 - 4. അപ്പോൾ ഈ 4 പോയിന്റും ഗ്രാഫിൽ അടയാളപ്പെടുത്തുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യമേ ഗ്രാഫ് വരച്ചതൊന്ന് അടയാളപ്പെടുത്താം. സോ നമുക്ക് ഓരോ ബിന്ദുക്കളായിട്ട് ഇവിടെ അടയാളപ്പെടുത്താം. ആദ്യം കൊടുത്തിരിക്കുന്നത് A 0 0, അത് കണ്ട് ഇതാണല്ലേ. 1 2 3 4 5 6 7. ഇത് നീളമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താണ്, ക്ഷമിക്കുക. -1 -2 -3 -4 -1 -2 -3 -4. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് പേപ്പർ വേണം വരയ്ക്കാൻ. 1 2 3 4. സോ ഒന്നാമത്തെ പോയിന്റ് 0 0, ഇതാണ് എ. ഇനി 4 4 അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എക്സിൽ 4 വൈയിൽ 4 മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ ഡോട്ടഡ് ലൈൻ ഇടുക. ഇത് 4 4. നെക്സ്റ്റ് 8 0 എന്ന് വെച്ചാൽ എക്സ് 8 വൈ 0. സോ എക്സ് ആക്സിൽ 8. അപ്പോൾ ഇതാണ് 8 0. ഈ പോയിന്റാണ് ഇത് സി.
ഇനി 4 മൈനസ് 4 എന്ന് വെച്ചാൽ എക്സിൽ 4ഉം വൈയിൽ -4ഉം മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ അതാണ്ട് ഇത് വരും ഡി. അപ്പോൾ ചോദ്യം ഇതാണ്, എ ബി സി ഡി ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? എ ബി സി ഡി നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. എ ബി നേരെ സിയിലേക്ക് ജോയിൻ ചെയ്തു. സോ നമുക്കൊരു സ്ക്വയർ ആണ് കിട്ടുന്നത്. ചരിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ, ഇതൊരു സമചതുരമാണ്. സോ ജോയിൻ എ ബി സി ഡി നെയിം ഇറ്റ് ഇസ് എ സ്ക്വയർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ഡയഗണൽ ബി ഡി. ബി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ബി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡി എത്രയാണ്? ബി 4 4 ഡി 4 -4. ഇവിടെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ മതി. റൂട്ട് ഓഫ് ഒരു വട്ടം ഒന്ന് എഴുതാം. x1 - x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് ഡിഫറൻസിൻ്റെ സ്ക്വയർ പ്ലസ് വൈ ഡിഫറൻസിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് ഡിഫറൻസ് x4 - 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 - -4 അല്ലേ? 4 മൈനസ് ഇതൊരു -4 ആണ്. അപ്പോൾ അത് 4 + 4 ആവും. ഇത് 0 ആയിപ്പോൾ അല്ലേ? റൂട്ട് ഓഫ് 0 സ്ക്വയർ എഴുതേണ്ട ആവശ്യമില്ല. 4 + 4 8, 8ൻ്റെ സ്ക്വയർ എന്നാവും. അതായത് റൂട്ട് 64 8 യൂണിറ്റ് എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പുസ്തകത്തിൽ ഉള്ള ക്വസ്റ്റ്യൻ, സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഒരു പാരലോഗ്രാം, ഒരു സാമാന്ത്രികം തന്നിട്ട് 3 മൂല തരും. 4ാമത്തെ മൂല കണ്ടുപിടിക്കാം. അപ്പോൾ 4ാമത്തെ മൂല കണ്ടുപിടിക്കാം. ഇവിടെ അറിയാവുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടുത്തെ എക്സുകൾ തമ്മിൽ കൂട്ടുക. 10 + 12. ഇവിടുത്തെ എക്സ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ പോയിന്റിൻ്റെ എക്സ് അവിടെ നിന്ന് കുറയ്ക്കുക, അതായത് -7. ഇതായിരിക്കും എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് ഇതുപോലെ തന്നെ, ഇവിടുത്തെയും വൈകൾ തമ്മിൽ കൂട്ടുക. 11 + 7. ഇവിടുത്തെ വൈ അതിൽ നിന്ന് കുറയ്ക്കുക, -5. സോ 10 12 22, 22 7 പോയാൽ 15. ഇവിടെ 18, 18 5 പോയാൽ 13. 15 13 ഈ 4ാമത്തെ മൂല. ഇനി ഇവിടെ വരുമ്പോൾ ഇത് ഒരു ചതുരമാണ്. ചതുരത്തിൻ്റെ എതിർമൂലകൾ തന്നേക്കും, ബാക്കി മൂലകൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് എക്സ് ആക്സിന് പാരലാണ്. ഇത് രണ്ടും എക്സ് ആക്സിന് പാരലാണ്. എക്സ് ആക്സിന് പാരലാണെങ്കിൽ വൈ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടുത്തെ വൈ എടുത്ത് ഇവിടെ എഴുതുക, ഇവിടുത്തെ വൈ എടുത്ത് ഇവിടെ എഴുതുക. കാരണം വൈ കോൺസ്റ്റൻ്റ് ആണ്. ഈ വരയിലും വൈ കോൺസ്റ്റൻറ്റ്. ഇനി ഇതും വൈ ആക്സിന് പാരലാണ്. വൈ ആക്സിന് പാരലാണെങ്കിൽ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2, ഇവിടെ 7 ആണെങ്കിൽ ഇവിടെയും 7. സോ ബാക്കി 2 മൂലകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഡയഗണലിൻ്റെ ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്താൽ മതി. റൂട്ട് ഓഫ് 7 - 2, അതായത് 5ൻ്റെ സ്ക്വയർ പ്ലസ് 5 - 1 4ൻ്റെ സ്ക്വയർ. റൂട്ട് 25 + 16 റൂട്ട് എത്ര വരും? 41 എന്ന് വരും. റൂട്ട് 41നെ തൽക്കാലം നമുക്ക് റൂട്ട് 41 തന്നെ എഴുതിയാൽ മതി. അടുത്ത ചോദ്യം. ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. O സെൻറ്ററാണ്. സോ എ ബി അതിൻ്റെ ഡയമീറ്ററാണ്, വ്യാസമാണ്. എയുടെയും ബിയുടെയും കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ചോദ്യം എ, ഈ ഓയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഡയമീറ്ററാണ്, വ്യാസമായതുകൊണ്ട് തന്നെ വ്യാസത്തിൻ്റെ മിഡ് പോയിൻറ്റ്, മധ്യബിന്ദുവാണ് സെൻറ്റർ. അപ്പോൾ O കണ്ടുപിടിക്കാൻ മിഡ് പോയിൻറ്റ് ഫോർമുല ഉപയോഗിച്ചാൽ മതി. മിഡ് പോയിൻറ്റ് ഫോർമുല, മധ്യബിന്ദു കാണാനുള്ള സമവാക്യം എന്താണ്? എക്സുകൾ തമ്മിൽ കൂട്ടുക, /2 എടുക്കുക. അപ്പോൾ എക്സുകൾ തമ്മിൽ കൂട്ടിയാൽ -2 + 4 x1 + x2, x1 + x2 /2. സോ -2 + 4/2. വൈകൾ തമ്മിൽ കൂട്ടുക, /2 എടുക്കുക. അപ്പോൾ 3 + 11 /2. ഇതാണ് ഇതിൻ്റെ മിഡ് പോയിൻറ്റ്. -2 + 4 എത്ര വരും? 4 - 2 2/2. ഇതോ 14/2. ദാറ്റ് മീൻസ് 17. ഓയുടെ കോർഡിനേറ്റ് മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ 17. ഇനി ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് എന്ന് വെച്ചാൽ ഈ ഒരു നീളം, നീളം ഒന്നുകിൽ എ ബിയുടെ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് പകുതി എടുക്കാം, അല്ലെങ്കിൽ O തൊട്ട് ബി വരെയുള്ള ലെങ്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് O തൊട്ട് ബി വരെയുള്ള ലെങ്ത് തന്നെ കണ്ടുപിടിക്കാൻ നോക്കൂ. O ഇപ്പോൾ കിട്ടിയല്ലോ, 17. അപ്പോൾ ഇതാണ് റേഡിയസ്. റേഡിയസ് കാണാൻ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ റൂട്ട് ഓഫ് 4 - 1 അല്ലേ? x1 - x2 ദ ഹോൾ സ്ക്വയർ. 4 - 1 എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ പ്ലസ് വൈകൾ തമ്മിൽ കുറയ്ക്കാം. അപ്പോൾ 11 - 7 4 സ്ക്വയർ. റൂട്ട് ഓഫ് 9 + 16 റൂട്ട് 25 മീൻസ് റൂട്ട് 25 എത്രയാണ്? 5. അപ്പോൾ 5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ റേഡിയസ്. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളതിൻ്റെ റേഡിയസും വേണം. റേഡിയസ് എത്രയാണെന്ന് അറിയിക്കണം. സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ രണ്ടും ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇവിടുത്തെ റേഡിയസ് നമുക്കറിയാം. റേഡിയസ് എത്രയാണ്? റേഡിയസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 5 യൂണിറ്റ് ആണ്. ആൻഡ് സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടല്ലോ, 4L1. നമുക്കിതിനകത്ത് മറ്റൊരു പോയിന്റ് ഇമാജിൻ ചെയ്യണം, XY. അപ്പോൾ XY എന്നൊരു പോയിന്റ് ഉണ്ട്. ആൻഡ് സർക്കിളിൻ്റെ സെൻറ്റർ അറിഞ്ഞിരിക്കണം. സെൻറ്റർ അറിയാം, 17. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാൻ നമുക്ക് ഈ 2 സാധനങ്ങളാണ് വേണ്ടത്. എന്താ? റേഡിയസ് അറിയണം, സെൻറ്റർ അറിയണം. സോ സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാനുള്ള എന്താണ് മെത്തേഡ്? എന്താണ്? R² = റൂട്ട് ഓഫ് R = റൂട്ട് ഓഫ് എന്ന് എഴുതാം. അപ്പോൾ R² എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുന്നെങ്കിൽ R² = x - 1 the whole square plus y - 7
ദ ഹോൾ സ്ക്വയർ. അപ്പം നമ്മുടെ ഇമാജിനറി പോയിന്റ് എക്സ് വൈ ആണ് ആൻഡ് സർക്കിൾ സെൻറ്റർ 17 ആണ്. അപ്പോൾ ഇത് ആ ഇമാജിനറി പോയിന്റും ഈ സെൻറ്ററും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നതാണ് റേഡിയസ് ആണ്. സോ റേഡിയസ് കാണാൻ എന്ത് ചെയ്യുക? റേഡിയസ് കാണാൻ √(x−1) ദ ഹോൾ സ്ക്വയർ പ്ലസ് y−7 ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ ഓഫ് ദിസ് സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാൻ നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. റേഡിയസ് അറിയണം, ഇവിടെ അറിയാം 5, ആൻഡ് സെൻറ്റർ അറിയണം. സെൻറ്റർ എത്രയാണ്? വൃത്തത്തിൻ്റെ സെൻറ്റർ നമുക്ക് കിട്ടിയായിരുന്നു 17 ആണ് അല്ലേ? ഇനി നമ്മൾ വൃത്തത്തിലെ ഒരു ബിന്ദു എടുക്കുന്നു, എക്സ് വൈ എന്നൊരു ബിന്ദു കൺസിഡർ ചെയ്യുന്നു. സെൻറ്റർ 17 ആണ്. അപ്പോൾ ഈ 17 ഉം എക്സ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? റേഡിയസ് ആണ്, അതായത് 5 ആണ്. നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം r² = x സെൻറ്ററിൻ്റെ എക്സ്, അതായത് x−1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y−7 ദ ഹോൾ സ്ക്വയർ ചെയ്താൽ r² കിട്ടും. r² എന്ന് വെച്ചാൽ 5ൻ്റെ സ്ക്വയർ കിട്ടും അല്ലേ? അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. a−b ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ x² - 2ab. അപ്പോൾ 2 × x × 1 + 1² പ്ലസ് y−7 ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാം. y² - 2 × y × 7 + 7². അപ്പോൾ ഇത് 25 ആണ്. x² - 2 × x × 1 2x + 1² 1. y² - 2 × y × 7 എന്ന് പറയുമ്പോൾ -14y + 14. പിന്നെ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം നമുക്ക്. അപ്പോൾ x² ഇവിടെ കിടപ്പുണ്ട്, -2x ഒരു ഓർഡർ ആക്കാൻ x² y², സോ പ്ലസ് y², ഇനി x, അപ്പോൾ -2x, ഇനി y -14y, ഇനി കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ +1 + 49, ഇനി 25നും കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 25ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -25, ഇനി ബാക്കി ഇവിടെ ഒന്നുമില്ല, സോ 0. അപ്പോൾ x² + y² -2x -14y + 1 + 49, അപ്പോൾ 50 ആയി. 50 - 25 എത്രയായി? +25 = 0. ഇതാണ് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് വൺ, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 2x - y - 2 = 0. ചെക്ക് 3, 4 ഓൺ ദിസ് ലൈൻ. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ, ഒരു വരയുടെ സമവാക്യം തന്നിരിക്കുന്നു. ഈ ബിന്ദു ഈ വരയിലെ ബിന്ദു ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബിന്ദുവിൻ്റെ x സൂചക സംഖ്യ 3ഉം y സൂചക സംഖ്യ 4. ഇവിടെ x-ന് പകരം 3 എന്നും y-ക്ക് പകരം 4 എന്നും ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 2x - y - 2 = 0. x-ന് പകരം 3 ഇട്ട് കൊടുക്കുക. 2 × 3 - y, y-ക്ക് പകരം 4 ഇട്ട് കൊടുക്കുക. ചെയ്യുമ്പോൾ 0 വരുമെന്ന് നോക്കാം. അപ്പോൾ 2 × 3 6, 6 - 4, 6 - 4 2 വരും. 2 - 2 എന്ത് വരും? 0 വരും അല്ലേ? അപ്പോൾ LHS = RHS മീൻസ് 3, 4 എന്ന് പറയുന്ന ബിന്ദു ഈ വരയിലെ ബിന്ദുവാണ് എന്നെഴുതാം. ഇനി നമുക്കിനി ചോദിച്ചിരിക്കുന്നത്, ബി പാർട്ട് ചോദിക്കുന്നത്, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഇക്വേഷനിലുള്ള ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റും വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റും കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കട്ട്സ് എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? y = 0 എന്ന് എടുക്കുക. അതായത് ബിന്ദു എടുക്കുക x, y 0. വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കേണ്ടത് x = 0 എന്ന് എടുക്കുക. മീൻസ് 0y എന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ പാർട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വര എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏത് എന്നാണ് ചോദ്യം. അതായത് വൈക്ക് എന്ത് ഇട്ട് കൊടുക്കുക? 0 എന്ന് ഇട്ട് കൊടുക്കുക. 2x - y-ക്ക് 0 എന്ന് ഇട്ട് കൊടുത്തു. -2 = 0 എന്ന് വരും. അപ്പോൾ 2x - 0 കുറച്ചിട്ട് കാര്യമില്ല. 2x - 2 = 0. 2x = -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആവും. x = 2/2 1 എന്ന് വരും. അപ്പോൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? x0 ആണ് അല്ലേ? എക്സിൻ്റെ വില 1 കിട്ടി, y 0 ആണ്. ഇവിടെ ഈ 10 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നത്. അതുപോലെ വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ x 0 എന്ന് കൊടുക്കുക. അപ്പോൾ 2x - y - 2 = 0. എക്സിന് 0 എന്ന് ഇട്ട് കൊടുത്താൽ 2 × 0 - y - 2 = 0 എന്ന് വരും. 2 × 0 0 ആണ്. അപ്പം -y - 2 = 0. -y = -2 അപ്പുറത്ത് +2 ആവും. -y 2 ആണെങ്കിൽ y എന്താണ്? -2 ആണ്. മൈനസ് അപ്പുറത്തേക്ക് കൊടുക്കുക. സോ ഇത് y ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ 0y. അപ്പോൾ 0, y എത്ര കിട്ടി? -2. ഇത് y ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 0 - 2 ആണ്. അടുത്ത ചോദ്യം, റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് 2 5 b 7 10 ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? m:1 എന്ന റേഷ്യോയിൽ ഒരു വരയെ ഒരു ബിന്ദു കട്ട് ചെയ്താൽ ആ ബിന്ദുവിൻ്റെ കോർഡിനേറ്റ് എഴുതാൻ അല്ലേ?
അപ്പോൾ ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു സെക്ഷൻ ഫോർമുലയുടെ ഒരു ചോദ്യമാണ് അല്ലേ. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് 2, 5, 7, 10 ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ ഒരു വര, ആ വരയെ ഒരു ബിന്ദു ഉണ്ട്, ആ ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ വരയെ മുറിക്കുന്ന 3:2 എന്ന റേഷ്യോയിലാണ്. വരയുടെ ഒരു എൻഡ് 2, 5 അല്ലേ എ, മറ്റേ എൻഡ് ബി എത്രയാണ് 7, 10 എങ്കിൽ ഈ ബിന്ദുവിൻ്റെ, നമുക്ക് ഈ ബിന്ദുവിന് തൽക്കാലം ഒരു പേര് കൊടുക്കാം. എന്ത് പേര് കൊടുക്കണം? ക്യൂ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഈ ക്യൂവിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് സെക്ഷൻ ഫോർമുലയുടെ ചോദ്യമാണ്. അപ്പോൾ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് m/m+n ഇൻറ്റു x2 മൈനസ് x1. ഇതാണ് സെക്ഷൻ ഫോർമുല അല്ലേ. അപ്പോൾ ഇത് ഈ ക്യൂ എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും. അതുപോലെ വൈ കോർഡിനേറ്റ് കാണാൻ y1 പ്ലസ് m/m+n ഇൻറ്റു y2 മൈനസ് y1. ഈ എമ്മും എന്നും എന്താണ്? എമ്മും എന്നു വെച്ചാൽ m:n എന്ന റേഷ്യോ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റേഷ്യോയിൽ ആദ്യത്തെ വാല്യൂ m, രണ്ടാമത്തെ വാല്യൂ n. അപ്പോൾ m+n എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്ന വാല്യൂ. നമുക്കിവിടെ നിന്ന് ഇട്ട് കൊടുക്കാം. സോ x1 y1, ഈ ബിന്ദു x2 y2 ആണ്, റേഷ്യോ m:n ആണ്, എല്ലാം അവിടെ ഉണ്ട്. ഇട്ട് കൊടുത്താൽ x1 2 പ്ലസ് m/m+n. m/m+n എന്ന് വെച്ചാൽ 3/3+2, അതായത് 3/5 ഇൻറ്റു x2 മൈനസ് x1. x2 മൈനസ് x1 എന്ന് വെച്ചാൽ 7 മൈനസ് 2, അതായത് 2 പ്ലസ് 3/5 ഇൻറ്റു ഇത് 5 വരും. ഈ 5 ഈ 5 കൂടെ വെട്ടാൻ കാര്യം ഇൻറ്റു ചെയ്തേക്കുന്നു, ഡിവൈഡ് ചെയ്തേക്കുന്നു. അപ്പോൾ ബാക്കി 2 + 3 5. ഇനി y കോർഡിനേറ്റ് കാണാൻ y1 പ്ലസ് y1 എത്രയാണ്? 5 ആണ്. പ്ലസ് m/m+n എത്ര തന്നെയാണ്? 3/3+2, അതായത് 3/5 ഇൻറ്റു y2 മൈനസ് y1. അപ്പോൾ 10 മൈനസ് 5. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 5 പ്ലസ് 3/5 ഇൻറ്റു ഇത് 5 വരും. ഈ 5 വെട്ടിപ്പോയി. 5 + 3 8 വരും. സോ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 5ഉം വൈ കോർഡിനേറ്റ് 8, 5, 8 എന്ന് വരും. എട്ടാമത്തെ ചോദ്യം നോക്കിയാൽ എ എന്ന് പറയുന്ന ഒരു ബിന്ദു ഉണ്ട് 1, 2, ബി എന്ന് പറയുന്ന ബിന്ദു ഉണ്ട് 5, 10. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടാവും അല്ലേ. ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? y ഡിഫറൻസ് ബൈ എക്സ് ഡിഫറൻസ്, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് x1 y1, രണ്ടാമത്തെ പോയിന്റ് x2 y2. അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചൊന്ന് എഴുതാം, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. സോ y ഡിഫറൻസ് വെച്ചാൽ y2 മൈനസ് y1, 10 മൈനസ് 2, 8 ബൈ എക്സ് ഡിഫറൻസ് x2 മൈനസ് x1. അപ്പോൾ 5 മൈനസ് 1, 4, 8/4 2 വരും. അപ്പോൾ ഈ വരയുടെ ചരിവ് സ്ലോപ്പ് 2ആണ്. ഇനി വരയുടെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിരിക്കുന്നു, ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ നമ്മൾ ലൈനിൽ ഏതെങ്കിലും ഒരു ബിന്ദു എടുത്ത് എഴുതുക 1, 2. രണ്ടാമത്തെ ബിന്ദു xy എടുക്കുക. ഇനി സ്ലോപ്പ് വേണം. സ്ലോപ്പ് എത്രയാണ്? 2ആണ്. അപ്പോൾ xy എന്നൊരു ബിന്ദു കൺസിഡർ ചെയ്താലും സ്ലോപ്പിന് മാറ്റം ഉണ്ടാവില്ല. ഇത് വെച്ചാണ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. സോ സ്ലോപ്പ് എഗൈൻ കണ്ടുപിടിക്കുന്നു y ഡിഫറൻസ്, അതായത് y മൈനസ് 2. അപ്പോൾ ഇതിൽ ഈ ബിന്ദുവോ അല്ലെങ്കിൽ ഈ ബിന്ദുവോ ഏതെങ്കിലും ഒരു ബിന്ദു എടുത്തെഴുതിയാൽ മതി. ഇനിയിപ്പോൾ 1, 2 എടുത്തെഴുതി. രണ്ടാമത്തെ ബിന്ദു xy എന്ന് എടുത്ത് സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് 2. അപ്പോൾ ഇവ തമ്മിലുള്ള സ്ലോപ്പിനും മാറ്റമില്ല. ഈ വരയിലെ ബിന്ദു ആയതുകൊണ്ട് തന്നെ സ്ലോപ്പ് 2 തന്നെയായിരിക്കും. അപ്പോൾ സ്ലോപ്പ് എഗൈൻ കണ്ടുപിടിക്കുന്നു y ഡിഫറൻസ് y മൈനസ് 2 ബൈ എക്സ് ഡിഫറൻസ് x മൈനസ് 1 ചെയ്താൽ എത്ര തന്നെ വരും? സ്ലോപ്പ് 2 തന്നെ വരും. അപ്പോൾ ഈ ബൈ x മൈനസ് 1 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ y മൈനസ് 2 = 2 ഇൻറ്റു x മൈനസ് 1 എന്ന് വരും. 2 അകത്തോട്ട് എത്തി ഗുണിച്ചാൽ 2x മൈനസ് 2, y മൈനസ് 2 = 2x മൈനസ് 2 ആൻഡ് y = 2x മൈനസ് 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2x മൈനസ് 2 പ്ലസ് 2 ആവും. ഇത് വെട്ടിപ്പോയി. y = 2x എന്നുള്ളതാണ് ഈ വരയുടെ സമവാക്യം. ഈ വരയിൽ നിന്ന് ചിലപ്പോൾ 2, 3 ബിന്ദുക്കൾ എടുത്തെഴുതാൻ പറയാം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എക്സിന് ഇഷ്ടമുള്ള വിലകൾ ഇട്ട് കൊടുക്കുക. x = 2 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ y = എന്ത് വരും? 2 × 2 4 വരും. അപ്പോൾ x 2 ആണെങ്കിൽ y 4. അപ്പോൾ ഒരു ബിന്ദു കിട്ടി 2, 4. ഇനി x = 5 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ y എന്ത് വരും? 2 × 5. അപ്പോൾ y = 2 × 5 10 വരും. അപ്പോൾ രണ്ടാമത്തെ ബിന്ദു കിട്ടി 5, 10. ഇങ്ങനെ എത്ര ബിന്ദുക്കൾ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. എക്സിന് ഇഷ്ടമുള്ള വില ഇട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് y വാല്യൂസ് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു വൃത്തം, അതിനുള്ളിലൊരു OAB എന്നൊരു ത്രികോണം തന്നിരിക്കുന്നു. അപ്പോൾ ഈ ത്രികോണം വെറും ത്രികോണം അല്ല, ഒരു മട്ടത്രികോണമാണ്. നോക്കൂ, 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ആൻഡ് ഈ OB എന്ന് പറയുന്ന സൈഡ് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ABയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ABയുടെ ലെങ്ത് പല രീതിയിൽ കണ്ടുപിടിക്കാം. വളരെ എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ ഇത് 3 ആയതുകൊണ്ട് ഇത് 3. സോ പൈതഗോറസ് തിയറം വെച്ചിട്ട് √3² + 3², അതായത് √9 + 9 √18 എന്ന് എഴുതാം. അല്ലെങ്കിൽ √18 എങ്ങനെ മാറ്റാം? √9 × 2 എന്ന് എഴുതിയിട്ട്
√9 3 √2 എന്ന് എഴുതാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ എഴുതാം, ഇത് ഒരു ഐസോസെൽസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ സൈഡ് ഈക്വലാണ്, ഈ ആംഗിളും ഈക്വൽ ആവണം. 45 90 എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ സൈഡുകളുടെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1:1 √2 ആണെന്ന്. സോ ഇതിന് ഓപ്പോസിറ്റുള്ള സൈഡ് 3 ആണെങ്കിൽ ഇത് 3, ഇത് 3√2 അങ്ങനെ എഴുതാം. വളരെ എളുപ്പമുള്ള ചോദ്യമാണത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ കുറച്ചുകൂടി വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് 100 മീറ്റർ അവേ ഫ്രം എ ടവർ. അപ്പോൾ ഒരു ടവർ ഉണ്ട്. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ അവേ ഫ്രം എ ടവർ ടോപ്പ് അറ്റ് ആൻ എലിവേഷൻ 40 ഡിഗ്രി. അപ്പോൾ 100 മീറ്റർ ദൂരെ നിന്ന് ഒരാൾ ഒരു ടവറിൻ്റെ മണ്ടയിലേക്ക് നോക്കുകയാണ്. അറ്റ് ആൻ എലിവേഷൻ, എത്ര ഡിഗ്രി എലിവേഷനിൽ? 45 ഡിഗ്രി എലിവേഷൻ, മേൽക്കോണിൽ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടവർ. ഫ്രം ദ ടോപ്പ് എ കാർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അറ്റ് ആൻ ഡിപ്രഷൻ ആംഗിൾ 25 ഡിഗ്രി. അപ്പോൾ ഈ ടവറിൻ്റെ മണ്ടയിൽ നിന്ന് നോക്കുന്നു, ദൂരെ ഒരു കാറിലേക്ക് നോക്കുന്നു. അപ്പോൾ ആ കാറ് കാണുന്നത് എത്ര ഡിഗ്രി ആംഗിളിലാണ്? ഡിപ്രഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ. ഇത് 25 ഡിഗ്രി ഡിപ്രഷനിൽ കാണുന്നു. സോ ഇത് ടവറാണ്. ടവർ ഇവിടെ കാറ് കിടക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. ചോദ്യമേ റഫ് ഫിഗർ വരയ്ക്കുക. അപ്പം നമ്മൾ റഫ് ഫിഗർ വരച്ചു. വേണമെങ്കിൽ ഇവിടെ ടവർ എന്നൊക്കെ ഒന്ന് എഴുതാം. ക്വസ്റ്റ്യൻ ബി, ഹൈറ്റ് ഓഫ് ദ ടവർ. ഈ ടവറിൻ്റെ ഉയരം എത്ര? ടവറിൻ്റെ ഉയരം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കും. കാരണം ഇത് 45 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ സോ 45 90 ഈ ത്രികോണത്തിൻ്റെ സൈഡുകളുടെ റേഷ്യോ 1:1 ആണ്. സോ ഇവിടെ 100 മീറ്റർ അവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഡിസ്റ്റൻസ് 100 മീറ്റർ ആണ്. അതായത് 45-നെതിരെ 100 എങ്കിൽ ഈ 45-നെതിരെയും 100 ആണ്. അപ്പോൾ ഇത് 100. ടവറിൻ്റെ ഉയരം എത്ര തന്നെയാണ്? അപ്പോൾ 100 മീറ്റർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ 100 മീറ്റർ. ആൻഡ് ക്വസ്റ്റ്യൻ സി, ഡിസ്റ്റൻസ് ഓഫ് ദ കാർ ഫ്രം ദ ടവർ. അപ്പോൾ ഈ കാറ് ടവറിൽ നിന്ന് എത്ര ദൂരെയാണ്? അപ്പോൾ നമുക്ക് ഈ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. O തൊട്ട് കാറിന് നമുക്ക് സി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ OC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനവിടെ മറ്റ് ആംഗിളുകളൊന്നും തന്നിട്ടില്ല. ഇത് 25 ഡിഗ്രി ആയതുകൊണ്ട് ഇസഡ് ഷേപ്പിൽ നോക്കാം. അതായത് പാരലൈൻസ്, നമ്മളതിനെ എന്ത് പറയും? മറുകോണുകൾ എന്ന് പറയുന്നത് അല്ലേ. സോ ഇവിടെ 25 എങ്കിൽ ഇവിടെയും 25. അപ്പോൾ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 25 ഡിഗ്രി, ഇത് 100 മീറ്റർ. റൈറ്റ് ട്രയാങ്കിൾ മാത്രമായിട്ട് ഞാൻ അടുത്തൊന്ന് വരയ്ക്കാം. 100 OC 90 ഡിഗ്രി 25 ഡിഗ്രി. സോ നമുക്ക് വേണ്ടുന്ന സൈഡ് OC ആണ്. അപ്പോൾ ഈ സൈഡ് വേണം, ഈ സൈഡ് അറിയാം. അപ്പോൾ ഏതാണ് എടുക്കേണ്ടത്? ഇത് ഹൈപ്പോട്ടനോസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടനോസ് ഇല്ലാത്ത വാല്യൂ എടുക്കണം. ടാൻ 25 എടുക്കുക. ടാൻ 25 = 25-ന് ഓപ്പോസിറ്റ് സൈഡ്, അതായത് 100/, അഡ്ജസൻറ്റ് സൈഡ് സമീപവശം OC. അപ്പോൾ OC അപ്പുറത്തേക്ക് ഉണ്ടായാലും OC × ടാൻ 25 = 100 എന്ന് വരും. അങ്ങനെ OC = 100/ടാൻ 25 അപ്പുറത്തേക്ക് ഉണ്ടാകും. ബൈ ടാൻ 25. ടാൻ 25-ൻ്റെ വില അവിടെ കിടപ്പുണ്ട്, ചോദിച്ച് തന്നിട്ടുണ്ട്. ടാൻ 25-ൻ്റെ വില എത്രയാണ്? സോറി, തന്നിട്ടില്ലല്ലേ. ടാൻ 25-ൻ്റെ ഏകദേശ വില ഞാൻ ഒന്ന് പറയാം. അപ്പോൾ ടാൻ 25-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.46 ആണ്. അപ്പോൾ 100/0.46. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും? ഇവിടെ 2 സ്ഥാനമുണ്ട് അല്ലേ. അപ്പോൾ 2 സ്ഥാനം മാറ്റാൻ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, മുകളിൽ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 100 × 100/, ഇതെന്താവും? 2 സ്ഥാനം മാറി 46 ആവും. അതായത് 10,000/46. 10,046 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏകദേശം 217.39 മീറ്റർ എന്ന് വരും. സോ ഈ ഒരു ഡിസ്റ്റൻസ് 217.39. റൗണ്ട് ചെയ്ത് നമുക്കൊരു 217 218 എടുക്കാം. അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു? ഒരു ടവറിൻ്റെ മുകളിലേക്ക് നോക്കി അറ്റ് ആൻ എലിവേഷൻ 80 ഡിഗ്രി. അപ്പോൾ കുട്ടി ഇവിടെ നിന്ന് നോക്കുന്നു, 80 ഡിഗ്രി എലിവേഷനിൽ ടവറിൻ്റെ മുകളറ്റം കാണുന്നു. ആൻഡ് കുട്ടി 20 മീറ്റർ പുറകിലേക്ക് മാറി. അപ്പോൾ 20 മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ട് നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായി? 40 ഡിഗ്രി ആയി ടവറിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ അല്ലേ. ചോദ്യം എ, ഡ്രോ എ റഫ് ഫിഗർ. അപ്പോൾ നമ്മൾ റഫ് ഫിഗർ വരച്ചു. ചോദ്യം ബി, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിൻ്റെ ഉയരം എത്ര? അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഒരു പേര് കൊടുക്കാം. ABCD എന്ന് പേര് കൊടുക്കാം. സോ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി, ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇത് കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പവഴി നമുക്ക് പഠിക്കാം. അതിന് മുമ്പിട്ട് ഇതെങ്ങനെ നോർമൽ വേയിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. രണ്ടിനെ ടാൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടാൻ 80 എന്ന് വെച്ചാൽ ഈ ടവറിൻ്റെ ഹൈറ്റ് ഞാനത് H എടുക്കുന്നു. അപ്പോൾ 80-ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 8/,
അഡ്ജസൻറ്റ് സൈഡ് അറിയത്തില്ല, നമ്മൾ അതിന് സി ബി, ഞാനത് എക്സ് എന്ന് എടുക്കും. ദെൻ ഇവിടെ നിന്ന് എച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം നോക്ക്. എച്ച് ഈസ് ഈക്വൽ ടു എക്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എക്സ് ഇൻറ്റു ടാൻ 80 എന്ന് എടുക്കാം. ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ടാൻ 40 എടുക്കുന്നു. ഇനി അപ്പോൾ 40യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ത് തന്നെയാണ്? എച്ച് തന്നെയാണ്. ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരും അല്ലേ? ഈ ത്രികോണം മൊത്തം നോക്കണം. അപ്പോൾ 20 പ്ലസ് എക്സ്. അപ്പോൾ എച്ച് കാണാൻ എന്ത് ചെയ്യുക? ടാൻ 40 ഇൻറ്റു 20 പ്ലസ് എക്സ് ബൈ 20 പ്ലസ് എക്സ് അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു 20 പ്ലസ് എക്സ്. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇതിൽ രണ്ടിലും എച്ച് ഈസ് ഈക്വൽ ടു എന്നാണ്. സോ ഇത് നമുക്ക് ഇക്വറ്റ് ചെയ്ത് എഴുതാം. അപ്പം ടാൻ 80 ഇൻറ്റു എക്സ്, ടാൻ 80 ഇൻറ്റു എക്സ് ഈക്വൽ ടു ടാൻ 40 ഇൻറ്റു 20 പ്ലസ് എക്സ്. ഇവിടെ നമുക്ക് വിലയിട്ട് കൊടുത്ത് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ടാൻ 80യുടെ വില എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? ടാൻ 80 5.7 ഇൻറ്റു എക്സ് ഈക്വൽ ടു ടാൻ 40 0.84 ഇൻറ്റു 20 പ്ലസ് എക്സ്. ഇതകത്തോട്ടേക്ക് ഗുണിച്ചാൽ 0.84 ഇൻറ്റു 20, 0.84 ഇൻറ്റു 2 എത്രയാണ്? 168 വരും അല്ലേ? 20 ആകുമ്പോൾ 1680 16.80 പ്ലസ് 0.84 ഇൻറ്റു എക്സ് 0.84 എക്സ്. ഇത് 5.7 എക്സ് ആണ്. സോ ഈ 0.84 എക്സ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 5.7 എക്സ് മൈനസ് 0.84 എക്സ് ഈക്വൽ ടു 16.8 എന്ന് വരും. 5.7 നിന്ന് 0.84 കുറച്ചാൽ 10 4 പോയി 6, 17 നിന്ന് 8 പോയി 9, ഇവിടെ പിന്നെ 4 അല്ലേ? 4.96 4.96 എക്സ് ഈക്വൽ ടു 16.8 എന്നും എക്സ് ഈസ് ഈക്വൽ ടു 16.8 ബൈ 4.96 എന്ന് വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്താൽ ഏകദേശം 3.38 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി. ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ ഇവിടെ ആ വില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു, അതായത് 3.38 ഇൻറ്റു ടാൻ 80. ടാൻ 80യുടെ വില എത്രയായിരുന്നു? 5.7. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഏകദേശം നോക്കട്ടെ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഏകദേശം 19.26 മീറ്റർ ഹൈറ്റ് എന്ന് വരും. ഇനി ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനൊരു മെത്തേഡുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഒരു ടവറിൻ്റെ മുകളറ്റത്തേക്ക് നോക്കുന്നു, കുറച്ച് ദൂരം പുറകിലിട്ട് മാറിയിട്ട് വീണ്ടും മുകളിലേക്ക് നോക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ എ എന്ന് കിടക്കുന്നത്, ഇപ്പോൾ ടവറിൻ്റെ ഹൈറ്റ് കാണാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ എ എന്ന് കിടക്കുന്നത് നമ്മൾ എത്ര ദൂരം പുറകോട്ട് മാറി എന്നുള്ളതാണ്. ബാക്കി ആ രണ്ട് ആംഗിളിൻ്റെയും ടാൻ വാല്യൂസ്. അപ്പോൾ എ ഇൻറ്റു ടാൻ 80 ഇൻറ്റു ടാൻ 40. ഇവിടെ 80 40 ആണ് ആ ആംഗിളുകൾ, അതുകൊണ്ടാണ് അത് അവിടെ ഇട്ട് കൊടുത്തത്. നമ്മുടെ ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് ആ ആംഗിളിൻ്റെ വാല്യൂ നിങ്ങൾ മാറ്റിയിട്ട് കൊടുത്താൽ മതി. എ എന്ന് പറയുമ്പോൾ എന്താണ്, എത്ര ദൂരമാണ് പുറകോട്ട് മാറിയത്? ചിലപ്പോൾ 30 മീറ്റർ ആവാം, ഇവിടെ 20 മീറ്റർ ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു എളുപ്പ വഴിയാണ്. ഇത് യഥാർത്ഥ വഴിയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഠിച്ചു തന്നെ. സോളിഡ്സിലെ ചോദ്യമാണ്. എ കോൺ മെയ്ഡ് ബൈ റോളിങ് എ സെമി സർക്കിൾ. അപ്പോൾ സെമി സർക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു അർദ്ധവൃത്തം വളച്ച് എന്തുണ്ടാക്കുന്നു? ഒരു അർദ്ധവൃത്തം വളച്ച് ഒരു കോണാക്കുന്നു. ആ അർദ്ധവൃത്തത്തിന്റെ റേഡിയസ്, അതായത് ക്യാപിറ്റൽ R അല്ലേ, സെക്ടറിന്റെ റേഡിയസ് എത്രയാണ്? 20 എങ്കിൽ ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് L എത്ര? അപ്പോൾ L എന്ന് വെച്ചാൽ സ്ലാൻഡ് ഹൈറ്റ്. നമുക്കറിയാം ഈ റേഡിയസ് നമ്മൾ എന്താണോ വളച്ച് കോണാക്കുന്നത് അതിൻ്റെ റേഡിയസ്, ആ സെക്ടറിൻ്റെ റേഡിയസ് ആണ് നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ്, ചരിവ് ഉയരമായിട്ട് മാറുന്നത്. അപ്പോൾ L ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന അതാണ് ഇത് തന്നെ അല്ലേ, R is equal to L, ക്യാപിറ്റൽ R is equal to L ആയി മാറും. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം എത്രയാണ്? ആ സെമി സർക്കിളിൻ്റെ അല്ലെങ്കിൽ ആ സെക്ടറിൻ്റെ റേഡിയസ്, അതായത് 20 തന്നെയായിരിക്കും നമ്മുടെ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ 20. ഇനി റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, എന്താണ്? R is equal to, അതായത് ഈ കോണിൻ്റെ റേഡിയസ് അത് സ്മോൾ r, ഈ റേഡിയസ് ക്യാപിറ്റൽ R. സ്മോൾ r is equal to x/360 ഇൻറ്റു ക്യാപിറ്റൽ R. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എക്സ് എത്രയാണ്? എക്സ് എന്ന് വെച്ചാൽ കേന്ദ്രകോണാണ്. അപ്പം നമ്മൾ എന്താണ് വളച്ചത്? ഇവിടെ സെമി സർക്കിളാണ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ കേന്ദ്രകോണം എന്ന് വെച്ചാൽ 180 ആണ് അല്ലേ. സോ 180/360 ഇൻറ്റു ക്യാപിറ്റൽ R. ക്യാപിറ്റൽ R മീൻസ് 20. ഇത് 180 360 വെട്ടിയാൽ 1/2 എന്ന് വരും. സോ 20, 1/2 × 20 10. അപ്പോൾ നമ്മുടെ റേഡിയസ് ഓഫ് ദ കോൺ അത് 10 വരും. ഇനി CSA ഓഫ് ദ കോൺ, ഈ കോണിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? CSA, അതായത്
പാർശ്വമുഖ പരപ്പളവ്. പാർശ്വമുഖമല്ല, വക്രമുഖ പരപ്പളവ് അല്ലേ. അപ്പോൾ ഒരു കോണിൻ്റെ വക്രമുഖ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ ഉണ്ടാകും പൈ ആർ എൽ ആണ് അല്ലേ. പൈ ആർ എൽ. അപ്പോൾ ഇക്വേഷൻ എഴുതുന്നതിന് മാർക്കുണ്ട്. പൈ ആർ എൽ എഴുതി. പൈയുടെ വില തൽക്കാലം ഇട്ട് കൊടുക്കണ്ട. പൈ ഇൻറ്റു റേഡിയസ് ഓഫ് ദ കോൺ. റേഡിയസ് നമുക്കിപ്പോൾ കിട്ടിയ എത്രയാണ്? 10 ഇൻറ്റു എൽ ഓഫ് ദ കോൺ. അപ്പോൾ കോണിൻ്റെ എൽ എത്രയാണ്? 20. അപ്പോൾ 20 ഇൻറ്റു 10 200 പൈ. സർഫസ് ഏരിയ ആണ് അല്ലേ. സോ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ഈ സ്ക്വയർ പിരമിഡ്, സാധാരണ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്ന ഈ ഒരു ഷേപ്പിൽ നിന്നാണ് അല്ലേ. ഈസ് മെയ്ഡ് ബൈ യൂസിങ് ദീസ് ഷീറ്റ്സ്. അപ്പോൾ ഈ ഷീറ്റ് ഉപയോഗിച്ച് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കിയെടുത്തു. ഇത് മടക്കി. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ്? ഈ സ്ലാൻഡ് ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഫേസിൻ്റെ, ഈ ഒരു ത്രികോണ ഫേസിൻ്റെ നടുക്കൂടുള്ള ആ ഒരു ലെങ്ത് അല്ലേ, അതാണ് ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് മാറുന്നത് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ. അപ്പോൾ എത്രയാണ് എല്ല്? ഈ പടത്തിൽ തന്നെ ഉണ്ട്, 25 ആണല്ലേ. 25. കാൽക്കുലേറ്റ് ദ ഹൈറ്റ്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ മടക്കി ഉണ്ടാക്കുന്ന ഈ സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. സോ നമ്മൾ എച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. എൽ എത്രയാണ്? 25. അപ്പോൾ 25ൻ്റെ സ്ക്വയർ മൈനസ് a/2. a/2 എന്ന് വെച്ചാൽ എ എന്ന് വെച്ചാൽ ഈ സ്ക്വയറിൻ്റെ സൈഡാണ്, അത് ബേസിൻ്റെ സൈഡ്, ബേസിൻ്റെ എഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 40. അപ്പോൾ 40ൻ്റെ പകുതി 20. അപ്പോൾ 20ൻ്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 625 മൈനസ് 400, അതായത് റൂട്ട് 225 വരും. അത് എത്രയാണ്? 15 ആണ്. സോ ഇതിൻ്റെ ഹൈറ്റ് 15 ആണ്. സ്ലാൻഡ് ഹൈറ്റും ബേസ് എഡ്ജും അറിയാമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉയരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 അല്ലേ. വോളിയം കാണാനുള്ള ഇക്വേഷൻ 1/3 a സ്ക്വയർ h. സോ എച്ചും a സ്ക്വയറും എല്ലാം ഇവിടെ ഉണ്ട്. 1/3 ഇൻറ്റു a സ്ക്വയർ എത്രയാണ്? a സ്ക്വയർ എന്ന് വെച്ചാൽ 40ൻ്റെ സ്ക്വയർ. എത്ര? 40 അല്ലേ. a 40. അപ്പോൾ 40ൻ്റെ സ്ക്വയർ ഇൻറ്റു h എത്രയാണ്? ഇപ്പോൾ കിട്ടി 15. അപ്പോൾ ഈ 15 3 നമുക്ക് ആദ്യമേ അങ്ങ് വെട്ടാം. അപ്പോൾ 5 വരും അല്ലേ. അപ്പോൾ 40ൻ്റെ സ്ക്വയർ 1600 ഇൻറ്റു 5. 1600 ഇൻറ്റു 5 മീൻസ് 16×5 80. അപ്പോൾ 1600 ഇൻറ്റു 5 16×5 80 ആയതുകൊണ്ട് 2 0 കൂടി ഇട്ട് കൊടുത്താൽ 8000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതണം. കാര്യം വോളിയമാണ്, വോളിയം ക്യൂബിലാണ് എഴുതുന്നത്. സെൻറ്റിമീറ്റർ ക്യൂബ്, മലയാളം മീഡിയത്തിൽ ഘന സെൻറ്റിമീറ്റർ എന്ന് പറയും. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് 15 ആണ്. ഇതിൽ നിന്നൊരു സെക്ടർ മുറിച്ചെടുക്കുന്നു. അപ്പോൾ കുറച്ച് ഭാഗം എത്ര ഡിഗ്രി കേന്ദ്രകോണിൽ? കേന്ദ്രകോൺ പറഞ്ഞിട്ടുണ്ട്. 120 ഡിഗ്രിയുള്ള കേന്ദ്രകോണുള്ളൊരു ഭാഗം മുറിച്ചെടുക്കുന്നു, വൃത്താംശം മുറിച്ചെടുക്കുന്നു. അപ്പോൾ ഈ സെക്ടർ മടക്കി കോണുണ്ടാക്കുകയാണ്. സ്ലാൻഡ് ഹൈറ്റ് എത്ര? സ്ലാൻഡ് ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ തന്നെ നമ്മുടെ സെക്ടറിൻ്റെ റേഡിയസ് എത്രയാണോ അതാണ് ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആവുന്നത്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ഇനി സ്മോൾ ആർ കണ്ടുപിടിക്കണം. അതായത് കോണിൻ്റെ റേഡിയസ് എത്ര? കോണിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. r is equal to x/360 into capital R. So r is equal to x/360 into capital R. x എത്രയാണ്? കേന്ദ്രകോൺ എത്രയാണ്? 120 ഡിഗ്രി. സോ 120/360 ഇൻറ്റു ക്യാപിറ്റൽ ആർ എത്രയാണ്? 15 ആണ്. 120 360 വെട്ടിയാൽ താഴെ എത്ര വരും? 3 വരും അല്ലേ. മുകളിൽ 1 വരും. അപ്പോൾ 15/3. 15/3 എന്ന് പറയുമ്പോൾ 3×5 15. 5 ആണ് നമ്മുടെ കോണിൻ്റെ റേഡിയസ്, മടക്കി ഉണ്ടാക്കുന്ന കോണിൻ്റെ റേഡിയസ്. ഇനി സി എസ് എ കണ്ടുപിടിക്കണം. സി എസ് എയുടെ ഇക്വേഷൻ പൈ ആർ എൽ ആണ്. സോ പൈ ഇൻറ്റു 6, 5 ഇൻറ്റു എൽ 15. 15×5 എത്രയാണ്? 75 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, 2 ഹെമിസ്ഫിയർസ്. അപ്പോൾ 2 ഹെമിസ്ഫിയറുകളുണ്ട്. അവയുടെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് പറഞ്ഞേക്കുന്നത്. റേഡിയസുകൾ തമ്മിലുള്ള ഡയമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യോ 5:3. റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ, ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര? വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നെയായിരിക്കും ആരങ്ങൾ തമ്മിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 5:3. റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയാസ്, വെറും സർഫസ് ഏരിയ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ടോട്ടൽ സർഫസ് ഏരിയ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള സമവാക്യമാണ് 3πr² അല്ലേ.
അപ്പം നമുക്ക് രണ്ട് ഹെമിസ്ഫിയർ ഉണ്ട്, 3πr1² എന്ന് എടുക്കാം. അതായത് 3π ഇവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കട്ട് ചെയ്ത് പോകും. R1 R2 എത്ര എടുക്കണം? ഈ റേഷ്യോ എടുക്കണം. അതായത് R1 = 5x എന്നും R2 = 3x എന്നും എടുക്കാം. കാര്യം 5:3 ആണ് റേഷ്യോ. അപ്പോൾ R1 5x രണ്ടാമത്തെ റേഡിയസ് 3x എന്നും എടുക്കാം. അപ്പോൾ ഇവിടെ 3π കോൺസ്റ്റന്റ് കട്ട് ചെയ്ത് പോയി. R1 എത്രയാണ്? 5x² ഇതോ R2 3x². 5ന്റെ സ്ക്വയർ 25, x² 3യുടെ സ്ക്വയർ 9x². x² ക്യാൻസൽ ചെയ്ത് കളയാം. 25/9. ദാറ്റ് മീൻസ് റേഷ്യോ ഈസ് 25:9. അവരുടെ സർഫസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ 25:9 ആണ്. അപ്പോൾ റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. രണ്ടിൻ്റെ റേഡിയസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അവയുടെ റേഷ്യോ 5:3 ആയതുകൊണ്ട് റേഡിയസുകൾ എങ്ങനെ എടുക്കണം? 5x എന്നും 3x എന്നും എടുക്കണം. എന്നിട്ട് സർഫസ് ഏരിയയുടെ ഇക്വേഷനിൽ അത് ഇട്ട് കൊടുക്കുക. കോൺസ്റ്റന്റുകളെ വെട്ടി ഒഴിവാക്കുക. 3π കോൺസ്റ്റന്റ് ആണ്. R1 R2 5x 3x എന്ന് ഇട്ട് കൊടുത്ത് നമുക്കതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ചുകൂടി വലിയ ഒരു ചോദ്യത്തിലിടുവാം. എ വെസൽ ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ് വിത്ത് എ ബേസ് പെരിമീറ്റർ. അപ്പോൾ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട്, അതിൻ്റെ ബേസ് പെരിമീറ്റർ, ആ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 80 ആണ്. അതായത് 4 സൈഡുകൾ കൂട്ടുമ്പോൾ 80. അപ്പോൾ സ്ക്വയറിൻ്റെ ബേസ് സൈഡ് എത്രയാണ്? ബേസ് സൈഡ് അതായത് എ എത്രയാണ്? 80/4 ആണ്. 4 സൈഡുകൾ കൂട്ടുമ്പോൾ 80, 4 സൈഡും ഈക്വൽ. സോ 80/4 20 ആണ്. ഇനി ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് L എത്രയാണ്? 26 മീറ്റർ ആണ്. ഹൗ മെനി സെൻറ്റിമീറ്റർ ഓഫ് ഷീറ്റ് ഈസ് നീഡഡ് ടു മേക്ക് ദിസ് വെസൽ. അപ്പോൾ ഈ പാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ സ്ക്വയർ പിരമിഡിൻ്റെ ആകൃതിയിലുള്ള ഈ പാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഷീറ്റ് വേണം? അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ TS ആണ്. അപ്പോൾ സ്ക്വയർ പിരമിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? A² + 2AL ആണ് അല്ലേ? A² + 2AL ആണ്. സോ A² എത്രയാണ്? 20യുടെ സ്ക്വയർ പ്ലസ് 2AL എന്ന് വെച്ചാൽ 2 × 20 × L 26. 400 + 2 × 20 40 × 26. 40 × 26 എന്ന് പറയുമ്പോൾ 24 2 2 4 8 2 10. 1040 വരും അല്ലേ? സോ 1040 400 1440 സെൻറ്റിമീറ്റർ സ്ക്വയർ ഷീറ്റ് ഇതിന് വേണ്ടി വരും ടോട്ടൽ സർഫസ് ഏരിയ. ആൻഡ് ക്വസ്റ്റ്യൻ ബി, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഹൈറ്റ് കാണാൻ എന്ത് ചെയ്യണം? നമുക്കവിടെ റിലേഷൻ ഉണ്ട്, എയും എല്ലും എച്ചും തമ്മിലുള്ള റിലേഷൻ. അത് നമ്മൾ ആൾറെഡി തൊട്ട് മുമ്പ് ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. √L² - A/2² ചെയ്താൽ മതി. അപ്പോൾ L² എത്രയാണ്? L എത്രയാണ്? 26. അപ്പോൾ 26ന്റെ സ്ക്വയർ മൈനസ് A/2. A 20 ആണ്. 20ന്റെ പകുതി 10. 10ന്റെ സ്ക്വയർ. 26ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏകദേശം 26 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏകദേശം 676 വരും. അപ്പോൾ 676 - 10, അതായത് √576. √576 എന്ന് വെച്ചാൽ 24 ആണല്ലേ? √576 24 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഫൈൻഡ് ദ കപ്പാസിറ്റി ഇൻ ലിറ്റർ. അപ്പോൾ കപ്പാസിറ്റി ഇൻ ലിറ്റർ, ഈ പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളും? അതായത് വോളിയമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, ഉള്ളളവാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഇതിൻ്റെ? 1/3 A²H അല്ലേ? 1/3 A²H. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ H ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 1/3 × A². A എത്രയായിരുന്നു? A 20 ആണ് ബേസ് സൈഡ്. 20² × H 24. 24 3 വെട്ടാം. 3 8 24. അപ്പോൾ 20ന്റെ സ്ക്വയർ 400 × 8 4 × 8 32. 400 × 8 3200 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇതിൻ്റെ വോളിയം. പിന്നെ ഇൻ ലിറ്റർ, കപ്പാസിറ്റി ഇൻ ലിറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്നും കൂടെ ലളിതമാക്കി പറഞ്ഞാൽ 3 സ്ഥാനം മാറ്റി കുത്തരണം. 3.200, അതായത് 3.2 ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും. ആറാമത്തെ അവസാനത്തെ ചോദ്യം ഈ ചാപ്റ്ററിലെ, ഫൈൻഡ് ദ വോളിയം ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സ്ഫിയർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ് 4/3 πr³. അപ്പോൾ 4/3 × പൈയുടെ വില തൽക്കാലം ഇടണ്ട. r³ റേഡിയസ് എത്രയാണ്? 10. 10ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 10 × 10 × 10 1000. അപ്പോൾ 1000 × 4 × π എത്രയാണ്? 4000
ബൈ 3 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി ക്വസ്റ്റ്യൻ ബി, വോളിയം ഓഫ് എ കോൺ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. ഒരു കോണുണ്ട്, ആ കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലേ? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ദാറ്റ് മീൻസ് 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. കോണിൻ്റെ റേഡിയസ് 4 ആണ്, അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16 ഇൻറ്റു എച്ച് 5. 1/3 ഇൻറ്റു 16 ഇൻറ്റു 5 എത്രയാണ്? 80. ഇപ്പോൾ 80 പൈ എന്ന് വരും. നമുക്കതിനെ എങ്ങനെ എഴുതാം? 80/3 പൈ എന്ന് എഴുതാം അല്ലേ? 80/3 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി പറഞ്ഞിരിക്കുന്നു, ഈ ഫസ്റ്റിലത്തെ ഈ ഒരു സോളിഡ് സ്ഫിയർ ഉരുക്കി ഈ ചെറിയ കോണുകളാക്കി മാറ്റുന്നു. അങ്ങനെയെങ്കിൽ എത്ര കോണുകൾ ഉണ്ടാക്കാൻ പറ്റും? നമ്പർ ഓഫ് കോൺസ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഒരേ മെത്തേഡിൽ തന്നെ. നമ്പർ ഓഫ് കോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? എന്താണോ ഉരുക്കിയത് അതിൻ്റെ വോളിയം മുകളിൽ എഴുതുക. എന്താണ് ഉരുക്കി കോൺ ഉണ്ടാക്കുന്നത്? ഈ വലിയ സ്ഫിയർ ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം 4000/3 പൈ. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? അത് ഉരുക്കി എന്താണോ ഉണ്ടാക്കുന്നത് അത് ഉരുക്കി ചെറിയ കോണാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ആ ചെറിയ കോണിൻ്റെ വോളിയം എത്രയാണ്? 80/3 പൈ. അപ്പോൾ എന്താണോ ഉരുക്കിയത് അതേ അതിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ അത് ഉരുക്കി എന്താക്കി മാറ്റിയോ അത് താഴെ എഴുതുക. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോൺ, അത് ഉരുക്കി എത്ര കോൺ ഉണ്ടാക്കാം അല്ലെങ്കിൽ എത്ര ഷേപ്പ് ഉണ്ടാക്കാം എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ പൈയും വെട്ടിപ്പോയി. ഫൈനൽ ആൻസർ എന്ന് വെച്ചാൽ 4000/3 ബൈ 80/3 എന്ന് വരും. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4000/3 ഇൻറ്റു 3/80. 4000/3 എന്ന് വെച്ചാൽ എത്രയാണ്? 12000/3 24 240. വെട്ടിക്കളഞ്ഞ് ചെയ്യാം. 1200/24 1200/24 24 5 120 അല്ലെ? 50 കോൺ ഉണ്ടാക്കാം എന്ന് ഫൈനൽ ആൻസർ കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചേക്കുക. ഒരു ഷേപ്പ് തന്നിട്ട് അതിൻ്റെ സോളിഡ് ഷേപ്പ് ഉരുക്കി മറ്റെന്തെങ്കിലും ചെറിയ ഷേപ്പുകളാക്കി മാറ്റുന്നു. എത്ര ഷേപ്പുകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അത് എന്താണോ ഉരുക്കിയത് ആ ഷേപ്പിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ആണല്ലേ? രണ്ടിൻ്റെ വോളിയം. അതെന്ത് ചെറിയ ഷേപ്പാക്കി മാറ്റിയോ അതിലൊന്നിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10ാം ക്ലാസ് മാത്സിൻ്റെ അവസാനത്തെ ചാപ്റ്ററാണ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നോക്കാം. 2 മാർക്കിന് 1 മാർക്കിനൊക്കെ ചോദിക്കണേ. മീനും മീഡിയനും കാണാം. കുറച്ച് നമ്പർ തന്നിട്ട് മീനും മീഡിയനും കാണാം. മീൻ കാണുക എന്ന് വെച്ചാൽ എളുപ്പമാണ്. ആവറേജ് കാണുക. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മീൻ കിട്ടും. സോ മീൻ എന്ന് പറയുന്നത് 35 + 43 + 38 + 45 + 32 + 44 + 42/7. സോ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 39.8 മീൻ വരും. ഇനി മീഡിയൻ കാണും. മീഡിയൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അപ്പോൾ ഇതിലേറ്റവും ചെറുത് 32, അതിൽ വലുത് 35, പിന്നെ 38, അങ്ങനെ ഏറ്റവും വലുതിലേക്ക്. അങ്ങനെ 7 എണ്ണം നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ നടുക്ക് വരുന്നതിനെയാണ്, മിഡിൽ ടൈമിനെയാണ് മീഡിയൻ എന്ന് വിളിക്കുന്നത്. മധ്യമം എന്ന് വിളിക്കുന്നത്. അപ്പം മീനും മീഡിയനും. മധ്യമം കാണുന്നത് അസെൻഡിങ് ഓർഡറിൽ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള ക്രമത്തിൽ എഴുതിയിട്ട് നടുക്കുള്ളത് എടുത്തെഴുതിയാൽ നമുക്ക് മധ്യമം കിട്ടും. ഇനി അതായത് മീഡിയൻ കിട്ടും അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ സ്കോർസ് ഓഫ് 10 സ്റ്റുഡൻസ്, 10 സ്റ്റുഡൻസിൻ്റെ സ്കോർസ് തന്നിട്ടുണ്ട്. മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതെല്ലാം കൂടെ കൂട്ടുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാനത് ചെയ്യുന്നില്ല, എളുപ്പമായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടുത്തെ മീഡിയൻ കണ്ടുപിടിക്കണം. മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നെ ഇത് അസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് തന്നെ ക്രമത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകം അതൊന്ന് അസെൻഡിങ് ഓർഡറിലാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ നടുക്കുള്ള ടൈം നോക്കുക. അപ്പോൾ 10 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ നടുക്ക് 2 ടൈം വരും. അപ്പോൾ ഈ 2 ടൈമും കൂടെ കൂട്ടിയിട്ട് /2 എടുത്താൽ മീഡിയൻ കിട്ടും. നടുക്ക് 2 ടൈം വരികയാണെങ്കിൽ അത് 2 കൂടെ കൂട്ടിയിട്ട് /2 എടുക്കുക. അപ്പോൾ 39 41 കൂടെ കൂട്ടി /2 80/2 40 ഇതിൻ്റെ മീഡിയൻ. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാവൂ? മീഡിയൻ കണ്ടുപിടിക്കാവൂ. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ടേബിൾ തന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ടേബിൾ ഷോസ് മാർക്സ് സോർട്ടഡ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ 41 കുട്ടികളുടെ മാർക്കുകൾ ഒരു പ്രത്യേക രീതിയിൽ സോർട്ട് ചെയ്തേക്കുന്ന ടേബിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ടേബിളേ തന്നിട്ടുള്ളൂ. ബാക്കി നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോളം കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത്. സോ അറേഞ്ച് ദം ആൻഡ് ഫൈൻഡ് ദ അസ്യൂംഡ് മാർക്ക് ഓഫ് 12th സ്റ്റുഡൻറ്റ്, കമ്പ്യൂട്ട് ദ മീഡിയൻ മാർക്ക്.
അപ്പം നമ്മൾ ഒരു കോളം ആഡ് ചെയ്യുകയാണ്. ആ കോളത്തിൻ്റെ പേരാണ് ഇത്തരം ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്, CF എന്നൊരു കോളം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നൊരു കോളം ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ ആദ്യത്തെ വാല്യൂ അതുപോലെ എടുത്തെഴുതുന്നു. രണ്ടാമത്തെ വാല്യൂ ഇത് രണ്ടും കൂടെ കൂട്ടുക, ക്യുമുലേറ്റ് ചെയ്യുക. 7 4 11. അതിൻ്റെ കൂടെ 10 കൂട്ടുക, 21. അതിൻ്റെ കൂടെ 10 കൂട്ടുക, 33. അതിൻ്റെ കൂടെ 8 കൂട്ടുക, 41. ഈ ലാസ്റ്റ് കിട്ടുന്നത് ഈ ടോട്ടൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ഇനി നമുക്കിവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് എത്രാമത്തതാണെന്ന് നോക്കാം. അപ്പം മീഡിയൻ എന്ന് വെച്ചാൽ ഇതിൽ 41 നടുക്ക് വരുന്നു. 41 നടുക്ക് വരുന്നു എന്ന് വെച്ചാൽ നമുക്ക് മീഡിയൻ എന്ന് പറയുന്നത് ആരുടെ മാർക്കാണ്, അതായത് 41 നടുക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡിൽ ടേം കാണാൻ വേണ്ടിയിട്ട് 41 + 1 കൂട്ടുക, ബൈ 2 എടുക്കുക. അതായത് 42/2. 21ാമത്തെ വാല്യൂ ആണ് ഇതിലെ മീഡിയൻ. 21 മീഡിയൻ എന്നല്ല, 21ാമത്തെ വാല്യൂ ആണ് ഇതിൻ്റെ മീഡിയൻ. അപ്പം നമുക്ക് മീഡിയൻ എത്രാമത്തേതാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ +1/2. അപ്പോൾ ടോട്ടൽ 41. 41 + 1/2. 21ാമത്തെ ആളാണ് ഇവിടുത്തെ മീഡിയൻ എഴുതുക. സ്റ്റെപ്പ് 2ൽ ഈ മീഡിയൻ ക്ലാസ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു. മീഡിയൻ ക്ലാസ് എന്ന് വെച്ചാൽ ഈ 21 ഇതിൽ എവിടെ വരുന്നു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയാൽ 21 ഇതിൽ ഏതിൽ വരുന്നു, ഒന്നാമത്തെ കുളത്തിലല്ല, രണ്ടാമത്തെ കുളത്തിലല്ല. 21 എന്ന് പറയുന്നത് CF ആണ്. അപ്പോൾ ഇതാണ് മീഡിയൻ ക്ലാസ്. അപ്പോൾ ഇതാണ് മീഡിയൻ ക്ലാസ്. ഇതിനെ നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് വിളിക്കുന്നു. മീഡിയൻ ക്ലാസ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, മീഡിയൻ എത്രാമത്തേതാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിന് ടോട്ടൽ +1/2. ആ വാല്യൂ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏത് കോളത്തിലാണ് വരുന്നതെന്ന് നോക്കുക. അതിനെ നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് മാർക്ക് ചെയ്യുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക മീഡിയൻ ക്ലാസ് എന്ന്. ഇനി മൂന്നാമത് ചെയ്യേണ്ടത് ഇവിടുത്തെ D എടുത്ത് എഴുതുക എന്നുള്ളതാണ്. D എന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ n ആണ്. കേട്ടിട്ട് പേടിക്കുന്നു വേണ്ട. നമ്മുടെ മീഡിയൻ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് വെച്ചാൽ അതിലെ ആദ്യത്തെ കോളത്തിലെ ഇതിനെ ലോവർ ലിമിറ്റ് എന്നും ഇതിനെ അപ്പർ ലിമിറ്റ് എന്നും വിളിക്കും. ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റ് 30 മൈനസ് ലോവർ ലിമിറ്റ് 20 ബൈ n. എന്ന് വെച്ചാൽ രണ്ടാമത്തെ കോളത്തിലെ വാല്യൂ. അപ്പോൾ മീഡിയൻ ക്ലാസ്സിലാണ് നോക്കേണ്ടത്. മറ്റ് ക്ലാസ്സുകൾ വിട്ടേക്കുക. മീഡിയൻ ക്ലാസ് കിട്ടി, ആ മീഡിയൻ ക്ലാസ്സിൽ വേണം നോക്കാൻ. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ എത്രയാണ്, അതായത് നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്, 10. 30 - 20 10/10. 1 D. സോ സ്റ്റെപ്പ് 3 എന്താണ്, D കണ്ടുപിടിക്കുക. D കാണാൻ എന്ത് ചെയ്യുക, മീഡിയൻ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ n. എന്ന് വെച്ചാൽ രണ്ടാമത്തെ കോളം അല്ലേ. സോ ഇവിടെ 10. ദാറ്റ് മീൻസ് ഫൈനലി D എന്ന് പറയുന്ന വാല്യൂ 1 വരും. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. ചോദ്യമേ, അറേഞ്ച് ദം ആൻഡ് ഫൈൻഡ് ദ അസ്യൂംഡ് മാർക്ക് ഓഫ് 12th സ്റ്റുഡൻറ്റ്. 12ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ അസ്യൂംഡ് മാർക്ക് എത്ര, അതായത് സാങ്കല്പിക മാർക്ക് എത്ര. 12ാമത്തെ സ്റ്റുഡൻറ്റ് എവിടെ വരുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് ഈ മീഡിയം ക്ലാസ്സിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ചോദ്യം വരാറുള്ളൂ. 11ാമൻ എന്താണ്ട് ഇവിടെ കിടക്കുകയാണ്. 11 പേരുടെ കേസ് ഇവിടെ കിടക്കുക. 12ാമൻ അടുത്ത കോളത്തിൽ ആദ്യം വരും അല്ലേ, ആദ്യം വരും. സോ ആദ്യം വരുന്നത് കൊണ്ട് തന്നെ 12ാമതിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോവർ ലിമിറ്റ്, അതായത് 20ൻ്റെ കൂടെ ലോവർ ലിമിറ്റിൻ്റെ കൂടെ D കൂട്ടുക. D അല്ല, D/2 കൂട്ടുക കേട്ടോ. D അല്ല, D/2 കൂട്ടുക. അപ്പോൾ 12ാമത്തെ ആൾ, അതായത് ഈ കോളത്തിൽ ആദ്യത്തെ ആളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ്, അതായത് 20ൻ്റെ കൂടെ, മീഡിയം ക്ലാസ്സിൽ 20ൻ്റെ കൂടെ D/2 കൂട്ടുക. D 1. D/2 എന്ന് വെച്ചാൽ 1/2, അതായത് 20.5. 1/2 0.5 ആണല്ലോ. അപ്പോൾ 20.5 നമ്മുടെ അസ്യൂംഡ് മാർക്ക് ഓഫ് 12th സ്റ്റുഡൻറ്റ്. അപ്പോൾ 11 സ്റ്റുഡൻറ്റ് വരെ സെക്കൻഡ് കോളത്തിലുണ്ട്. 12th സ്റ്റുഡൻറ്റ് അടുത്ത കോളത്തിൽ ആദ്യം വരും. അതായിരിക്കും എപ്പോഴും എല്ലാ ക്വസ്റ്റിലും ചോദിക്കുന്നത്. മീഡിയം ക്ലാസ്സിലെ ആദ്യത്തെ വാല്യൂവിൻ്റെ അസ്യൂംഡ് മാർക്കായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മീഡിയം ക്ലാസ്സിലെ ലോവർ ലിമിറ്റിൻ്റെ കൂടെ D/2 കൂട്ടുക. D/2 എന്ന് വെച്ചാൽ 1/2 അല്ലേ. D എത്രയാണ്, 1. അപ്പോൾ 1/2 കൂട്ടുക. അപ്പോൾ 20ൻ്റെ കൂടെ 1/2 കൂട്ടി 20.5. ക്വസ്റ്റ്യൻ ബി. ഇനി മീഡിയൻ കണ്ടുപിടിക്കുക. മീഡിയൻ മാർക്ക്, കമ്പ്യൂട്ട് ദ മീഡിയൻ മാർക്ക്. മീഡിയൻ മാർക്ക് എന്ന് വെച്ചാൽ 21ാമത്തെ ആളുടെ മാർക്കാണ് അല്ലേ. മീഡിയൻ മാർക്ക് എന്ന് വെച്ചാൽ 21ാമത്തെ ആളുടെ മാർക്ക്. അപ്പോൾ 21ാമത്തെ ആളുടെ മാർക്ക് എന്ന് വെച്ചാൽ ഇതേ മീഡിയൻ ക്ലാസ്സിലേക്ക് നമ്മളൊരു എക്സ്ട്രാ ഒരു കാര്യം കൂടെ ചിന്തിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ ഏതായിരുന്നു, അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിച്ച ഒരു പോയിന്റ്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 12ാമത്തെ ടൈം
20.5 ആണെങ്കിൽ നോക്ക്, 12ാമത്തെ ടൈം 20.5 ആണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. 12ാമത്തെ ടൈം 20.5 ആണെങ്കിൽ 21ാമത്തെ ടൈം എങ്ങനെ അവിടെ നിന്ന് കണ്ടുപിടിക്കാം? 12ൽ നിന്ന് 21ലേക്ക് എത്താൻ 9 തവണ ഡി കൂട്ടിയാൽ മതി. അതേ കാര്യം ഇവിടെ നിന്ന് അപ്ലൈ ചെയ്താൽ മതി. മീഡിയൻ മാർക്ക് കാണാൻ ഈ 12ാമത്തെ മാർക്ക് നമുക്കറിയാം 20.5. അതിൻ്റെ കൂടെ 12ാമത്തത് 20.5. അപ്പോൾ നമുക്ക് വേണ്ടുന്ന മീഡിയൻ മാർക്ക് എന്ന് വെച്ചാൽ 21ാമത്താണ് അല്ലേ, എക്സ് 21. അപ്പോൾ എക്സ് 21ലേക്ക് എത്താൻ, 12ൽ നിന്ന് 21ലേക്ക് എത്താൻ ഈ 20.5ൻ്റെ കൂടെ, അതായത് 12ാമത്തതിൻ്റെ കൂടെ 9 ഡി കൂട്ടിയാൽ മതി. അപ്പോൾ 20.5 പ്ലസ് 9 ഇൻറ്റു ഇവിടുത്തെ ഡി എത്രയാണ്? 1 ആണ്. അപ്പോൾ 20.5 പ്ലസ് 9, 20.5 പ്ലസ് 9 29.5 അല്ല, 29.5 ആണ് ഇവിടുത്തെ മീഡിയൻ മാർക്ക്. അപ്പോൾ വളരെ എളുപ്പമാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും എഴുതുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? മീഡിയൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിന് ഈ ടോട്ടലിൻ്റെ കൂടെ പ്ലസ് 1/2 ചെയ്താൽ മതി. അപ്പോൾ 21ാമത്തെ വാല്യൂ ആണ് നമ്മുടെ മീഡിയൻ എന്ന് കിട്ടും. എന്നിട്ട് ആ 21 എവിടെ വരുന്നോ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ വരുന്നോ ആ കോളം മീഡിയൻ ക്ലാസ് ആയിട്ട് അടയാളപ്പെടുത്തുക. ദെൻ ഡി കണ്ടുപിടിക്കുക. ഡി കണ്ടുപിടിക്കാൻ വേണ്ടി മീഡിയൻ ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ എൻ, എന്നു വെച്ചാൽ സെക്കൻഡ് കോളം അല്ലേ, ഈക്വൽ ടു 1 എന്ന് വരും ഇവിടെ. ഇനി ക്വസ്റ്റ്യൻ എയിൽ എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? അസ്യൂംഡ് മാർക്ക് ഓഫ് 12th സ്റ്റുഡൻറ്റ്, അതായത് മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കായിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. 12th എന്ന് പറയുമ്പോൾ 11 വരെ ഇവിടെ നിന്നു. സോ 12th സ്റ്റുഡൻറ്റ് അടുത്ത ക്ലാസ്സിലെ ഫസ്റ്റ് ആളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ലോവർ ലിമിറ്റിൻ്റെ കൂടെ, മീഡിയൻ ക്ലാസ്സിലെ ലോവർ ലിമിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുക? D/2 കൂട്ടുക. ഡി 1 ആണ്, അപ്പോൾ D/2 കൂട്ടുക. അപ്പോൾ 20 + 1/2 20.5 എന്ന് വരും. ക്വസ്റ്റ്യൻ ബിയിൽ എപ്പോഴും ചോദിക്കുന്നത് എന്തായിരിക്കും? മീഡിയൻ മാർക്ക് എത്രയാണെന്ന്. അപ്പോൾ 12ാമത്തെ ആൾ 20.5 ആണ്. മീഡിയൻ എത്രാമത്തെയാണ്? 21ാമത്തെ ആളാണ് മീഡിയൻ. സോ 12ാമത്തെ ആളിൽ നിന്ന് 21ാമത്തെ ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ പഠിച്ച ആ കാര്യം ഉപയോഗിക്കുന്നു. 12ൽ നിന്ന് 21ലേക്ക് എത്താൻ വേണ്ടിയിട്ട് 12ാമൻ്റെ കൂടെ 9 ഡി കൂട്ടുന്നു. അതായത് 20.5ൻ്റെ കൂടെ 9 ഇൻറ്റു ഡി 1 കൂട്ടുന്നു. 20.5 പ്ലസ് 9 29.5 മാർക്കാണ് ഇതിൻ്റെ മീഡിയൻ മാർക്ക്. അപ്പോൾ ഇത്രയാകുമ്പോൾ SLC 10ാം ക്ലാസ്സിലെ ഏതാണ്ട് എല്ലാം ചോദിക്കുന്ന കണക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, എന്താണ്, വരയ്ക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു മാർക്ക് SLC മാത്സിന് കിട്ടും. സോ എല്ലാവർക്കും നല്ല എളുപ്പമുള്ളൊരു എക്സാം ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.